മാർക്കോസ് സുവിശേഷം 5:21 മുതൽ ഈ വചനത്തിനകത്ത് പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത് സൗഖ്യത്തെയാണ്, രോഗസൗഖ്യത്തെയാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്, അല്ലേ? നമുക്കെല്ലാവർക്കും വളരെ ആവശ്യമുള്ളതും നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ കാര്യമാണ് രോഗസൗഖ്യം. അപ്പോൾ അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തെന്നും ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കുന്നത് സൗഖ്യത്തെപ്പറ്റി, രോഗസൗഖ്യത്തെപ്പറ്റി. നമ്മൾ കർത്താവ് രോഗസൗഖ്യം നമുക്ക് വെച്ചേക്കുന്നതാണ്, സൗഖ്യം നമുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആ കർത്താവ് ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് സൗഖ്യം കിട്ടണം, നമുക്കത് ഉറപ്പായിട്ട് കിട്ടണം. അപ്പോൾ അതിന് നമ്മൾ പിടിച്ചെടുക്കണം. നമ്മൾ രാജാക്കന്മാരാണ്, ആ ഫസ്റ്റ് മെസ്സേജ് മറക്കരുത്. അതിനെ നമ്മൾ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ദൈവസന്നിധിയിൽ നമ്മൾ അനുഗ്രഹം വാഗ്ദത്തങ്ങളെ നമ്മൾ പിടിച്ചെടുക്കുന്നു. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ ഇതിന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അതിന് വേണ്ടുന്ന ചില വചനങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ഈ വചനം ആദ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു കേൾക്കാം. മാർക്കോസ് സുവിശേഷം 5:21 മുതലുള്ള വചനങ്ങൾ. 2 ഇൻസിഡൻറ്റ് മുതൽ പറയട്ടെ. 2 ഇൻസിഡൻറ്റാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. 2 കാര്യങ്ങളുണ്ട്, 2 സംഭവം, രണ്ടും കൂടെ ഒന്നായിട്ടാണ് ഇത് പോകുന്നത്. അവിടെ ഒരുമിച്ച് പറഞ്ഞാൽ തീർക്കാൻ ശ്രമിക്കുന്നു. 2 സംഭവങ്ങൾ ഒരുമിച്ച് ഒരേ ആശയമായി ഒരേ റിലേറ്റഡ് ആയിട്ടാണ് ഈ സംഭവം ഇവിടെ എഴുതപ്പെടുന്നത്. ഒന്ന് വായിച്ച് മാർക്കോസ് സുവിശേഷം 5:21 മുതൽ. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലിനരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ്, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി. വലിയ പുരുഷാരവും പിരിച്ചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഇതാണ് ഒന്നാമത്തെ സംഭവം. യായിറോസിൻ്റെ മകൾ അത്യാസന്ന നിലയിൽ കിടക്കുന്നു, അല്ലെങ്കിൽ മരണത്തിലായി. അപ്പോൾ അവളെ വന്ന് ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണി അദ്ദേഹത്തിൻ്റെ യേശുവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞ് നിലവിളിച്ച് രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ്. പള്ളിപ്രമാണിയാണ് അദ്ദേഹം. യേശുവിൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞ് ആ സാധാരണഗതിയിൽ സൊസൈറ്റിയിൽ അത്ര അക്സെപ്റ്റബിൾ അല്ല. എന്നാൽ അദ്ദേഹം വളരെ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ എത്തുന്നു, കരഞ്ഞ് യാചിക്കുന്നു, രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആ അപേക്ഷ കേട്ടിട്ട് യേശു അവളുടെ യായിറോസിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറാകുന്നു. വലിയൊരു പുരുഷാരം യേശുവിനെ അനുഗമിക്കുന്നുണ്ട്, തിക്കിക്കൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. യായിറോസിൻ്റെ മകളുടെ വീട്ടിലേക്ക് യേശു പോകുന്നു. കുഞ്ഞുമകളാണ്. അത് കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് 25 മുതൽ വായിച്ചേ. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. രണ്ടാമത്തെ സംഭവം എന്താണ്? രക്തസ്രവം ഉള്ള ഒരു സ്ത്രീ. 12 വർഷമായിട്ട് രക്തസ്രവം ബാധിച്ച് ഈ സ്ത്രീ പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു. 12 വർഷം കൊണ്ട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ വൈദ്യന്മാർ ചികിത്സിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ച് പൈസ മുഴുവൻ കളഞ്ഞു, അല്ലേ? നമ്മൾ പലപ്പോഴും ചികിത്സ ചെയ്ത് ഒത്തിരി പൈസ നമുക്ക് ചിലവാകുന്നു. നമ്മൾ ഇതിനകത്തുള്ള ഈ സംഭവം മനസ്സിലാക്കണം. ഒന്ന്, ഇതൊക്കെ പറഞ്ഞങ്ങ് തീർക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ചില വചനങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഇതിനെ ഒന്ന് ആഴമായിട്ട് ഗഹനമായിട്ടൊന്നും ഇതൊന്നും പഠിച്ച് നമ്മൾ പോകുന്നില്ല. അതിനുവരെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് എത്താനുള്ളൊരു ക്രമം ഞാൻ തരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്ക്, 12 വർഷമായിട്ട് ഈ സ്ത്രീ ഈ രോഗം അനുഭവിക്കുന്നു. 12 വർഷം എന്ന് പറയുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് എത്ര കാലം കഴിഞ്ഞാലും എന്നുള്ള അർത്ഥത്തിൽ നിന്ന് എടുക്കണം. എത്ര കാലം കഴിഞ്ഞാലും, എത്ര ദീർഘമായ രോഗമായിരുന്നാലും ഒരിക്കലും മാറത്തില്ലെന്ന് വിചാരിച്ച് വർഷങ്ങൾ കടന്നു പോകുന്നതാണെങ്കിലും അങ്ങനെ എടുക്കുക. 12 വർഷം അവൾ ആ രോഗം കൊണ്ടുവന്നു. 2, പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു. ഒത്തിരി ചികിത്സ, ലോകപ്രകാരമായിട്ടുള്ള ഒത്തിരി ചികിത്സകളുടെ പിന്നാലെ പോയി. പലതും മാക്സിമം ചെയ്യാൻ പറ്റുന്ന ചികിത്സകളെല്ലാം ചെയ്തു, മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു നോക്കി. എന്നിട്ടും ഒരു രക്ഷയുമില്ല, ഒരു സുഖവുമില്ല. 3, അവളുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ ചിലവാക്കി ഇതിനു വേണ്ടി. സമ്പത്ത് മുഴുവൻ പോയി. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നോക്കുക, നമ്മൾ ആദ്യം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, ഒരു വിഷമം വന്ന, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ മാനുഷികതയിലാണ് നോക്കുന്നത്, അല്ലേ? മാനുഷികമായ ഡോക്ടേഴ്സിലേക്ക് നോക്കും, മെഡിസിനിലേക്ക് നോക്കും. ആദ്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൽ തന്നെയായിരിക്കും. പക്ഷേ കർത്താവ് ഒരിക്കലും അത് അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളിതിൽ മനസ്സിലാക്കണം. മെഡിസിൻ എടുക്കരുത് എന്ന അർത്ഥത്തിലല്ല, നിങ്ങളുടെ മനസ്സാദ്യം പോകേണ്ടത് ലോകത്തിലേക്കല്ല എന്നുള്ള കാര്യം അടിസ്ഥാനം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ പൈസ ഒരുപാട് മുടക്കി ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി അവൾ പിന്നാലെ പോയിട്ടും അവൾക്ക് സൗഖ്യം കിട്ടുന്നില്ല. അപ്പോൾ 12 വർഷം ഏറിയൊന്ന് സഹിച്ച് കഷ്ടത അനുഭവിച്ച് ഇങ്ങനെ മാറാത്ത വ്യാധിയിൽ നിലനിൽക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ 2 ഇൻസിഡൻ്റാണ് ഇതിനകത്ത് സംഭവം ഉള്ളത്. ഒന്ന്, യായിറോസിൻ്റെ മകളുടെ വിടുതലിന് വേണ്ടി യേശു പോകണം. 2, രക്തസ്രവക്കാരുടെ വിടുതലിന് വേണ്ടി യേശു കടന്നു ചെല്ലണം.
അങ്ങനെ യേശു പോകുന്ന സമയത്ത് നമുക്ക് താഴോട്ട് വായിച്ചേ. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. അവള് യേശുവിൻ്റെ പിന്നാലെ വന്നിട്ട് അവളുടെ മനസ്സിൽ അവൾ ഒരു വിശ്വസിക്കുകയാണ്, വിശ്വാസത്തിലൊരു തലം അതിനകത്തുണ്ട്. വിശ്വസിക്കുകയാണ് യേശുവിൻ്റെ മേലൊരു ശക്തിയുണ്ട്, അവൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും എന്ന് വിശ്വസിച്ചിട്ട് ഒടുവിൽ ഞാൻ മനസ്സിലാക്കണം, 12 വർഷമായിട്ട് ഇത്രയും ചികിത്സ എല്ലാം ചെയ്ത് പൈസ എല്ലാം മുടക്കിയിട്ട് ഒരു രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയിട്ടും അവൾ യേശുവിൻ്റെ അടുക്കൽ കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട്, ഇതൊരു ഭയങ്കര വിശ്വാസമാണ്, ഈ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ കിട്ടും എന്നൊക്കെ ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല, വലിയ വിശ്വാസം ഉള്ളിലേക്ക് ജനിപ്പിക്കപ്പെടുന്നു, ഉള്ളിൽ വന്നു ചേരുന്നു. ഈ വിശ്വാസം ശരിക്കും നമ്മുടെ ഉള്ളിൽ വരണം. അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രോഗസൗഖ്യത്തെപ്പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ രോഗസൗഖ്യം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതിന് ദൈവം നിങ്ങളുടെ അകത്ത് ഉറപ്പ് തരണം. അതാണ് ആ വിശ്വാസം. നമ്മൾ ഒരിക്കലും നമ്മളിന് കുറേ പറഞ്ഞ് ഒരാളെ വിശ്വസിപ്പിച്ച് അങ്ങനെ എടുക്കാൻ പറ്റില്ല. മനസ്സിലായി? കുറേ ബൈബിൾ വായിച്ച് വിശ്വസിപ്പിച്ച് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് പഠിക്കാം, വചനം ധ്യാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ വിശ്വാസത്തിന് ഒരു തലത്തിൽ നമ്മളെ ദൈവം കൊണ്ടെത്തിക്കുന്നൊരു സമയമുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കട്ടെ ഈ കാര്യം. നമ്മൾ ആ വിശ്വാസത്തിൻ്റെ തലത്തിൽ ചെന്നെത്തുമ്പോഴാണ് ഈ വിടുതൽ നടക്കുന്നത്. മനസ്സിലായി? നമ്മൾ 1 വർഷം പ്രാർത്ഥിക്കും, 2 വർഷം പ്രാർത്ഥിക്കും, 3 വർഷം പ്രാർത്ഥിക്കും, പക്ഷെ നമ്മൾ വിശ്വാസത്തിൻ്റെ തലത്തിൽ എത്തണമെന്നില്ല. അല്ലേ? നമ്മൾ പല പ്രാർത്ഥനകൾ നമ്മളിങ്ങനെ കണ്ണുനീരോട് പ്രാർത്ഥിക്കില്ലേ ചെയ്യുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്, നടക്കും കർത്താവേ സഹായം കർത്താവ്, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ അകത്ത് ഉറച്ച വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണത്തില്ല. നമുക്കൊരു വിശ്വാസം കാണും, പക്ഷേ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇത് വിശ്വാസത്തിന് ഉറപ്പെന്ന് വെച്ചിട്ട് ഭയങ്കരമാണ്. എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ദുഃഖിക്കില്ല, പിന്നെ നമുക്ക് തന്നെ സങ്കടമൊന്നും വരത്തില്ല, നമുക്ക് വ്യാകുലത വരത്തില്ല. കാരണം കർത്താവ് തൊടുന്ന് ഉറപ്പിച്ച് കഴിയുന്നൊരു സംഭവമാണ്. അതൊരു വിശ്വാസത്തിൻ്റെ ഒരു തലമാണ്. ഇത് ദൈവം വച്ച് തരുന്നതാണ്. മനസ്സിലായി? ഒരിക്കലും നിങ്ങൾ സ്വയം ആർജിക്കുന്നതല്ല, ദൈവം വെച്ച് തരുന്നതാണ് ആ വിശ്വാസം. അത് ദൈവത്താൽ സംഭവിക്കേണ്ടതാണ്. അതിന് നിങ്ങൾ കൊടുക്കുന്ന എഫർട്ട് ദൈവം കാണും. അതിനൊരു പ്രത്യേക ടൈം പീരീഡ് ഉണ്ട്. ഇതിനകത്ത് സീസൺ വെളിപ്പെടുത്തുന്ന ഒരു മെസ്സേജ് ഇതിനകത്തുണ്ട്. സീസണുകൾ, ഓരോ മനുഷ്യർക്കും പ്രത്യേകമായ സീസണുകൾ കർത്താവ് പ്രത്യേകം എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് ഇന്നതുപോലത്തെ വിടുതലെന്ന്. പക്ഷേ സാത്താൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അത് നടക്കരുതെന്നുള്ളതാണ്. ഒരു കാരണവശാലും ആ സീസണിൽ അവൻ രക്ഷപ്പെടരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കുഞ്ഞുങ്ങളുടെ പിള്ളേരുടെയൊക്കെ പഠിക്കുന്ന സമയത്ത് ചില പിള്ളേർ 10ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കും, +2 അങ്ങോട്ട് കയറുമ്പോൾ ചിലത് വീഴും, ചിലത് +2 വരെ നന്നായിട്ട് പഠിക്കും, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്രയോ കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്നറിയാമോ? ചിലർ SSLC എത്തുമ്പോൾ വീഴും, ചിലർ +2 വീഴും. എന്താ കാര്യം? അവരുടെ പർപ്പസ് മീറ്റ് ചെയ്യാൻ പോവാണ്. ഈ എക്സാമാണ് പ്രധാനം, ഇതാണ് പ്രധാനം. ഇതിൽ തൊട്ടാവൻ വീഴും, ഇതിൽ വീണ അയാൾ കയറില്ല, ബാക്കി നല്ല മിടുക്കരായിട്ട് വരും. എത്രയോ കുട്ടികൾ എനിക്ക് അറിയാൻ ഇങ്ങനെ. അത് നമ്മൾ ഈ ലക്ഷണം കേൾക്കുമ്പോൾ തന്നെ അറിയാം, പിള്ളേ ഈ കഴിഞ്ഞ് നന്നായിട്ട് പഠിച്ചുകൊണ്ടെന്ന് സൂപ്പർ പഠനമായിരുന്നു, പക്ഷേ +2 എത്തിയപ്പോൾ വീണു, അല്ലെങ്കിൽ SSLC എത്തിയപ്പോൾ വീണു. ഇങ്ങനെ പറയും. നിങ്ങൾ ശ്രദ്ധിച്ചോ വേണമെങ്കിൽ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ആ കുഞ്ഞിനെ പറ്റി ദൈവത്തിന് എന്തോ ഒരു പർപ്പസ്, വലിയ പർപ്പസ് ഉണ്ട്. അതാണ് കാരണം. ചെറുതല്ല, വലിയൊരു പർപ്പസ്. അത് സാത്താൻ്റെ ലോകം വിറയ്ക്കുന്നൊരു പർപ്പസാണ്. ഇല്ലെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല. സാധാരണ ഒരു മനുഷ്യൻ പഠിച്ചുകൊണ്ട് പോട്ടെ, ആൾക്കാർ സാധാരണ എത്രയോ ആൾക്കാർ പഠിക്കുന്നു. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് വലിയ ദൈവിക പർപ്പസുകളുണ്ട്, വലിയ ദൈവപ്രവൃത്തികളുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ട് ആ ടൈമിൽ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. 5 വയസ്സിൽ നന്നായിട്ട് പഠിക്കുന്നു, 10 വയസ്സിൽ സൂപ്പറാണ്, 8ാം ക്ലാസ്സിൽ നല്ല അടിപൊളിയാണ്, 10ാം ക്ലാസ്സിൽ നല്ല സൂപ്പർ മാർക്കോടെ. പിന്നെ അഹങ്കരിക്കൽ. ചില മാതാപിതാക്കൾ അങ്ങ് അഹങ്കരിക്കുകയാണ്. നല്ല എൻ്റെ കുഞ്ഞ് നന്നായിട്ട് പഠിക്കുന്നു, നല്ല മാർക്ക് വാങ്ങിക്കുന്നു, അടിപൊളി എന്ന് അങ്ങനെ ചിന്തിച്ചാൽ ഓർത്തോ, നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ചുള്ള യഥാർത്ഥ പർപ്പസിലെത്തുമ്പോൾ അവൻ തട്ടിയിരിക്കും. നമ്മളോട് പറയുകയാണ് ഈ മെസ്സേജ്. ദൈവമക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഉറപ്പായിട്ടും ദൈവത്തിന് വലിയ പർപ്പസുകളാണ്, ഒരു സംശയം വേണ്ട. അതിനനുസരിച്ചുള്ള ടാർഗറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ തട്ടേണ്ട സമയത്ത് അവൻ വരും. കാരണം ആ പർപ്പസ് മീറ്റ്, ഒരു സീസൺ ഉണ്ട് കുട്ടികളുടെ ലൈഫിനകത്ത് അവരുടെ ആ റേഞ്ചിൽ കയറാനായിട്ട്, അവരുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ കയറാനായിട്ട്. അതിനു മുമ്പ് അവൻ അടിസ്ഥാനം ഇടും, വെട്ടിക്കളയും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക സീസണുകൾ. ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന സീസൺ ശ്രദ്ധിച്ചാൽ എന്തറിയാമോ? ഈ യായിറോസിൻ്റെ മകൾ, നമ്മൾ എവിടെ വായിച്ചാൽ അത് കാണാൻ പറ്റും. 39 മുതൽ വായിച്ചേ. 39 മുതൽ. അകത്ത് കടന്നു, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരും അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്നു. കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാല എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഥ കൂമി എന്ന് അവളോട് പറഞ്ഞു.
ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. മതി, അവൾക്ക് 12 വയസ്സായിരുന്നു. നമ്മൾ ഇപ്പുറത്തെ ഇൻസിഡൻറ്റ് നോക്കിയേ, 12 വർഷമായിട്ട് രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീ. അതാണ് ഈ രണ്ട് ഒരുമിച്ച് വരുന്നത്. ഈ രണ്ട് ഇൻസിഡൻറ്റ് ഒരുമിച്ച് ഇതിനകത്ത് വെച്ച് എന്തിനാണെന്നറിയാമോ? കർത്താവിന് നമുക്ക് സീസണിനെ പഠിപ്പിക്കാനാണ്. മനസ്സിലായോ? ഒരേ ഇയർ 12 വർഷം കൊണ്ടാണ് ഇവൾ ഈ രക്തസ്രവത്തിലായിരിക്കുന്നത്. മനസ്സിലായോ? അപ്പുറത്തൊരു കുട്ടി മരിച്ച് എത്ര വർഷമായി? 12 വയസ്സായി. അപ്പോൾ 12 വർഷങ്ങൾക്ക് മുൻപ് ഇവൾക്ക് ഈ രോഗം ബാധിക്കുമ്പോഴാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. കണ്ടോ? ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്നിട്ട് ഈ രണ്ട് ഒരേ ഇൻസിഡൻറ്റ് ഒരുമിച്ച് യേശു നടക്കുന്ന സമയത്ത് നടക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ വൻ പദ്ധതിയാണ്. ഇതിനകത്ത് ഇങ്ങനൊരു സംഭവം, പദ്ധതി എന്തുകൊണ്ടാണ്? ദൈവനാമം മഹത്വപ്പെടാനാണ്. യേശു ഈ ലോകത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കകത്തും വ്യക്തമായ പ്ലാനാണ്, വ്യക്തമായ പ്ലാൻ. അതുകൊണ്ടാണ് നമ്മൾ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കാനായിട്ട് യേശു ആ സംഭവത്തിനകത്ത് വീഞ്ഞ് തീർന്നുപോയി എന്ന് മറിയ വന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു പറയുന്നു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ ആ ടൈം ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അല്പം കഴിഞ്ഞപ്പോൾ ചെയ്തു. കള്ളം പറയൂ യേശു? ഒരിക്കലും കള്ളം പറയില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ടൈം, അതായത് ഇന്ന് 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിയാണ്. 10 മണി 10ആണ്. 10 ടൈം യേശുവിനില്ല. നമ്മൾ മനസ്സിലാക്കണം, നമുക്കാണത് മാറ്റം. നമുക്ക് ടൈം തെറ്റാണ്, നമ്മൾ തെറ്റായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ യേശുവിന് 10 മണി എന്ന് വെച്ചാൽ 10 മണിയാണ്, അത് തെറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയും, നിങ്ങളുടെ ആരാധനാ സമയങ്ങൾ, പ്രാർത്ഥന ടൈം തെറ്റിക്കരുത്. അത് സ്വർഗം എഴുതി വയ്ക്കും. ആ ടൈം, സീസണുകൾ, ടൈമുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കൂ. കാരണം സ്പിരിച്വൽ വേൾഡ് വളരെ സീരിയസ് ആയിട്ട് കാണുന്നൊരു സാധനമാണ് ടൈമിങ്സ്. നമ്മളിവിടെ 6:30 എന്ന് പറഞ്ഞാൽ അതിന് എൻ്റെ ഒരു ഭയം അതാണ്, എൻ്റെ ഒരു പേടി അതാണ്. 6:30 നമ്മൾ ഇവിടെ ആര് വന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. എൻ്റെ പേടി ഇവിടെ ആര് വന്നു എന്നുള്ളതല്ല. എൻ്റെ പേടി കർത്താവ് പറഞ്ഞിരിക്കുന്ന ടൈം തെറ്റല്ലേ എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ അല്പം മുമ്പേ പാടി തുടങ്ങുന്നത്. കാരണം 6:30 എന്നുള്ള ടൈമിനകത്ത് വെളിപ്പെടേണ്ടത് വെളിപ്പെട്ടേ പറ്റൂ. അത് നമ്മൾ ആരുടെ കഴിവ് മിടുക്കമുണ്ടെന്നില്ല, ഞാൻ ആരാധന നടത്തുകൊണ്ടല്ല. നമ്മൾ അങ്ങനെ വിശ്വസിക്കാമെങ്കിൽ കർത്താവ് ആ സമയം ഏറ്റെടുക്കും. ദൈവം വച്ചേക്കുന്നതാണത്. അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് 6:30 എത്തണം എന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിശ്വസിക്കുകയാണ്. വിശ്വസിച്ച് ആ ടൈമിങ്ങിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നു. ദൈവത്തിന് ടൈം പ്രധാനമാണ്, മിനിറ്റുകൾ പ്രധാനമാണ്. 3 മണി പ്രാർത്ഥന, ചിലർ പറയും 8 മണി പ്രാർത്ഥന, 9 മണി പ്രാർത്ഥന, 12 മണി പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനകൾ ചൊല്ലുന്ന ആൾക്കാരുടെ തിരിതിരിപ്പുണ്ട്. പലരും പ്രാർത്ഥിക്കുന്നവരാണ്. വളരെ സീരിയസ് ആയിട്ട് കർത്താവിനെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു 3 മണി പ്രാർത്ഥന നടക്കണേ, 3 എന്ന് പറഞ്ഞാൽ 3 ഒന്നല്ല. 3 മണി കഴിഞ്ഞാൽ 3:1 അങ്ങനെ അല്ല, 3.00 അതാണ് 3 മണി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് 3:1, 3:05 ഇങ്ങനെയൊക്കെ കിടക്കും. പ്രത്യേകിച്ച് പ്രാർത്ഥനയാകുമ്പോൾ അങ്ങനെയൊക്കെ കിടക്കുള്ളൂ. വേറെ വല്ലതായിരുന്നെങ്കിൽ അതിന് മുമ്പേ എത്തിയേനെ നമ്മൾ. അപ്പോൾ ഇതാകുമ്പോൾ ഇപ്പുറത്ത് കിടക്കും. സിനിമ കാണാൻ പോയിരുന്നെങ്കിൽ ഇപ്പുറത്ത് നിന്നേനെ, ഇതാകുമ്പോൾ ഇപ്പുറത്ത് നിൽക്കും. മനസ്സിലായി? 3:05, 3:10. ശ്രദ്ധിച്ചോളണം, സ്പിരിച്വൽ വേൾഡിൽ ആ സ്പോട്ടിൽ വരേണ്ട സാധനം പിന്നെ വരില്ല. അപ്പോൾ ദൂതന്മാർ ഇറങ്ങും 3 മണിക്ക്, 3:05 അവൽ പലരും പോയി കഴിയും. അവർ വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾക്കത് കിട്ടില്ല. പിന്നെ അത് പിടിച്ചെടുക്കാൻ നിങ്ങൾ സമയമെടുക്കും അവരെ തിരിച്ചു വിളിക്കാനായിട്ട്. നിങ്ങൾ മനസ്സിലാക്കൂ, സ്പിരിച്വൽ വേൾഡിൽ ടൈം ആൻഡ് സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം ഓൾറെഡി പ്ലാൻഡ് ആണ് പലതും അല്ല, എല്ലാം ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് സകലതും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു ദൈവം. പക്ഷേ സാത്താൻ എന്ത് ചെയ്യുന്നു? തട്ടിക്കളയുന്നു. മനസ്സിലായോ? നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും 9 മണിക്ക് പ്രാർത്ഥിക്കാൻ കയറാൻ തീരുമാനിച്ചു. അത് നിങ്ങൾ 5 ദിവസത്തെ ഒരു നേർച്ച എന്ന് വെച്ചോ. 5 ദിവസം നിങ്ങൾ തീരുമാനിക്കുന്നു, രാവിലെ 9 മണി മുതൽ ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗം അപ്പോൾ ഡിസൈഡ് ചെയ്യും ആ സംഭവം. അല്ലെങ്കിൽ അത് തീരുമാനം വയ്ക്കും. അത് ഓൾറെഡി ഡിസൈഡഡ് ആയിരിക്കും സ്വർഗത്തിൽ, നിങ്ങളുടെ ഉള്ളിൽ തന്നതാണ് ദൈവം. അപ്പോൾ അത് 9 മണിയെന്നാണ്. മനസ്സിലാവും? നിങ്ങൾ അപ്പം ലാഘവത്വം കാണിക്കരുത്. അപ്പം അങ്ങനെയാണ് ആ സീസൺ, അപ്പോഴേ അനുഗ്രഹം വരുള്ളൂ. അപ്പോൾ സാത്താൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇതിനങ്ങ് തട്ടും. 9 മണിക്ക് നിങ്ങളുടെ അവിടെ കൂടെ അടി, ഇവിടെ അടി, പിള്ളേരുടെ വിളി, ഭർത്താവിൻ്റെ വിളി, ഭാര്യയുടെ വിളി, അത് ഇത് ചപ്പും ചവറും എല്ലാം കൂടി ഇടിച്ച് കറിഞ്ഞ് വരും. ഇതുവരെ ഇല്ലാത്ത തിരക്ക് ആ സമയത്ത് വരും. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്ക്, സംശയം ഉണ്ടെങ്കിൽ. അതുവരെ ഇല്ലാത്ത തിരക്കുകളും ഭാരങ്ങളും എല്ലാം കൂടെ ആ സമയത്ത് ഇങ്ങ് വരും. സാത്താൻ്റെ ലോകം അതിഭീകരമായിട്ട് അടിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. എത്രയോ തവണ തോറ്റവനും തോറ്റുകൊണ്ടിരിക്കുന്ന ആളുമാണ് ഞാൻ കേട്ടോ. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പെർഫെക്റ്റാണ്. ഈ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. തോൽവികളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ജയത്തിൽ നിന്നല്ല, തോൽവികളിൽ നിന്ന് ഞാൻ തോറ്റപ്പോഴാണ് ഇത് മനസ്സിലായത്, ഇങ്ങനെ ഒരു സാധനമുണ്ടെന്ന്. ജയിച്ചാൽ നമുക്കവിടെ മനസ്സിലാകത്തില്ല. പക്ഷേ ദൈവം തന്നെ ചില പരാജയങ്ങൾ നമ്മുടെ മുമ്പിൽ തരും. നിൻ്റെ ടൈമിംഗ് തെറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ പരാജയങ്ങൾ മുമ്പിൽ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ ടൈമിങ്ങിൽ കയറുന്ന സമയത്ത് വിടുതൽ നടക്കും പെട്ടെന്ന്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, സീസൺസ് ആൻഡ് ടൈംസ്. ഇവിടെ അത് വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്? 12 വർഷം എന്നുള്ളത് വ്യക്തമായ പ്ലാനായിരുന്നു. അപ്പോൾ ഒരേ ഇൻസിഡൻറ്റിനകത്ത് കൊണ്ടുവന്നുണ്ടോ? എന്തിനാണ്? നമ്മളെ പഠിപ്പിക്കാൻ.
ദൈവം നാം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടല്ല ഇത് കൊണ്ടുവന്ന്. അങ്ങനെ ഒരേ ഇൻസിഡൻറ്റ്, 12 വർഷം മുമ്പ് ഒരു കുഞ്ഞ് ജനിക്കുന്നു. 12 വർഷം ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അവർക്ക് ഈ രോഗം വരുന്നു. 12 വർഷം കഴിയുമ്പോൾ യേശു ഇവിടെ വരുന്നു. അതിങ്ങനെ സംഭവിക്കുന്നു. ഇതാണ് സീസൺസ്. നിങ്ങൾ ഒരിക്കലും മറക്കൽ. 2025 വ്യക്തമായി പറഞ്ഞു, സീസൺ ഏത് സീസണാണ്? പർപ്പസിലേക്ക് ആൾക്കാർ കയറുന്ന സീസൺ. അത് നമുക്ക് ഈ മിനിസ്ട്രിക്കകത്ത് കർത്താവ് എനിക്ക് തന്ന ദൂതാണ്. പർപ്പസിലേക്ക് കയറ്റുമെന്നുള്ളത് അത് ആർക്കാണ്? അങ്ങനെ മൂവ് ചെയ്തവർക്കാണ്, മൂവ് ചെയ്യുന്നവർക്കാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, കഴിഞ്ഞ വർഷം നമ്മൾ അങ്ങനെ ഫോളോ ചെയ്ത് വന്നവരിലേക്കാണ് ആ ദൂത് പോകുന്നത്. മറ്റുള്ളവരിൽ അതത്രയും അങ്ങ് ആപ്ലിക്കബിൾ ആകണമെന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷത്തെ 40 ഡേയ്സ് പ്രയർ, 7 ഡേയ്സ് പ്രയർ കൃത്യമായിട്ട് എടുത്തവർ സൂക്ഷിക്കും. ഒരു കാരണവശാലും നിങ്ങൾ പരാജയപ്പെടരുത്. ഒരു കാരണവശാലും തോറ്റുപോകല്ലേ. നിങ്ങൾ പർപ്പസിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എത്തിയേ പറ്റൂ, എത്തും, ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഈ സംഭവം നിങ്ങൾക്ക് ഒരു 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 ഐഡിയ ഇതിനകത്ത് കിട്ടി. ഞാൻ ഇതിനകത്തുനിന്നുള്ള ആഴങ്ങളൊന്നും അല്ല വിശദീകരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് സമയം രോഗസൗഖ്യമാണ്. ആ സ്ത്രീക്ക് രക്തസ്രവം ബാധിച്ച ആ സ്ത്രീ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം തൊട്ടു. വിശ്വാസത്തോടെ തൊട്ടപ്പോൾ യേശുവിൻ്റെ ഒരു പവർ അവളിലേക്ക് ഇറങ്ങി വരുന്നു. രക്തസ്രവം മാറുന്നു. രക്തസ്രവം, ഹെമറേജ്, ബ്ലീഡിങ് എന്ന് പറയുന്ന ഈ സംഭവം ഇച്ചിരി പ്രയാസമുള്ള രോഗമാണ്. അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണം ബ്ലീഡിങ് സംഭവിക്കാം. ത്വക്കിലൂടെ, തലയിൽ, ഇൻറ്റേർണലായിട്ടുള്ളതാവട്ടെ എക്സ്റ്റേണലായിട്ടുള്ള ബ്ലീഡിങ് സംഭവിക്കാം. ചിലർക്ക് പിന്നെ പല രീതിയിൽ സിവിയറായിട്ട് ബ്ലീഡിങ് സംഭവിക്കുന്നവരുണ്ട്. സ്ത്രീകൾക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഭയങ്കര സിവിയറാണ്. ഞാനൊരു അടുത്തിടയ്ക്ക് ഒരു കുട്ടിയെ, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മുഖത്തു നിന്നൊക്കെ ഇങ്ങനെ ബ്ലീഡിങ് വരും. ചുവരിക്കും ഇവിടെ കൂടെ ഇങ്ങനെ വരും, ഇവിടെ കൂടി ഇങ്ങനെ വരും, ബ്ലഡിങ്ങിന് ഭയങ്കര പൈശാചിക പോലെ. കുട്ടി അവസ്ഥ രക്ഷപ്പെട്ടു, പൂർണ്ണ സുഖം പ്രാപിച്ചു. അപ്പോൾ ഇങ്ങനെ സംഭവം. ഒരിക്കൽ ഞാനൊരു പള്ളിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൺവെൻഷനെ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ ഫസ്റ്റ് ഡേ ആരാധന കഴിഞ്ഞിട്ടാണ് ഈ സാക്ഷ്യം ഒരു സഹോദരി എന്നോട് പറഞ്ഞത്. ഞാൻ അവിടുത്തെ ആരാധനയ്ക്ക് ഈ സഹോദരിക്ക് ബ്ലീഡിങ് ആണ്. അപ്പോൾ അവർക്ക് ആരാധനയ്ക്ക് ഒത്തിരി സമയം ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കൂടിപ്പോയി ഒരു അരമണിക്കൂർ വന്നിരിക്കും. പിന്നെ അടുത്താണ് വീട്, അപ്പോൾ വീട്ടിൽ പോകാം. അപ്പോൾ ഇവള് മനസ്സിൽ തീരുമാനം എടുത്തു, പോയി ഒരു അരമണിക്കൂർ ഇരിക്കാം. എന്നിട്ട് അപ്പോൾ ഫസ്റ്റ് പാർട്ടം കഴിയും, അച്ഛൻ്റെ പ്രസംഗത്തിന് മുമ്പ് അങ്ങ് പോവാം എന്തിൽ അത്രയെങ്കിലും ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് ഈ പെൺകുട്ടി, ഈ സ്ത്രീ ആലയത്തിൽ വരികയാണ്. അങ്ങനെ 7 മണിക്ക് കൃത്യം 7 മണിക്ക് തുടങ്ങുന്നു. 7:30 മണിയാകുമ്പോൾ പോകാൻ റെഡിയാവുന്ന സമയത്ത് എനിക്ക് മൈക്ക് കിട്ടി. സാധാരണ ഗതിയിൽ നമുക്ക് പ്രസംഗിക്കാൻ 7:30 തരാറില്ല ആരും, 8 മണിക്കായിട്ട് തരത്തുള്ളൂ. പക്ഷെ അവിടെ ആ ശുശ്രൂഷകന് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആരാധനയും പ്രാർത്ഥനയും ഭംഗിയായിട്ട് നടക്കണം, വർഷിപ്പ് ഉൾപ്പെടെ അച്ഛൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൃത്യം 7:30 എനിക്ക് മൈക്ക് തരുന്നു. അപ്പോൾ ഞാൻ മൈക്ക് എടുത്തപ്പോൾ ഈ സ്ത്രീ പോകാൻ ഇറങ്ങുമ്പോൾ ഞാൻ മൈക്ക് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ മൈക്ക് എടുത്ത് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, ആരാധിക്കാം, എഴുന്നേൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ പോകാൻ എഴുന്നേറ്റവൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ബ്ലീഡിങ് ആയതുകൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റത്തില്ല അധിക സമയം, എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വർഷിപ്പ് തുടങ്ങി. ഒരു 15-20 വർഷിപ്പാണ്. ഈ പെൺകുട്ടി വർഷിപ്പിനകത്ത് അങ്ങനെ നിന്നു. അവളെ പിന്നീട് എന്നോട് പറഞ്ഞാൽ ഒരു ശക്തി ആരാധനയ്ക്ക് ഇറങ്ങി വന്നിട്ട് എൻ്റെ ബ്ലീഡിങ് കംപ്ലീറ്റ് മാറിപ്പോയി. പൂർണ്ണമായ സുഖം ആരാധനയിൽ അവൾക്ക് സംഭവിച്ചു. ഈ ബ്ലീഡിങ്ങിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാനിത് ഓർക്കായിരുന്നു. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അടിസ്ഥാനമായി വിശ്വസിക്കുക. രോഗസൗഖ്യം കർത്താവ് തരും. അതിന് വേണ്ടത്, യഥാർത്ഥമായി വേണ്ടത്, നമുക്കെല്ലാവർക്കും വേണ്ടത് ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിനകത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കണം. അതിന് ദൈവം നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ തരികയാണ്. അതാണ് ഇന്നത്തെ ദിവസത്തെ ആരാധനയിൽ കേട്ടോ. ഇതാണ് ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ പർപ്പസാണ്. അപ്പോൾ നമ്മൾ ഇതും ഇവിടെ ചർച്ച ചെയ്യണമെന്നുള്ളത്, പ്രസംഗിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പർപ്പസാണ്, പ്ലാനാണ്. എന്തേ കഴിഞ്ഞ വർഷം ഈ മെസ്സേജ് വന്നില്ല? വരില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഒരുക്കപ്പെടണം. ഓരോ സംഗതികൾക്ക് നമ്മൾ ഒരുക്കപ്പെടണം. അപ്പോൾ ഈ വർഷമാണ് ഈ ലെവലിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം വരാതെ ഈ വർഷം കണ്ട 1-2 വർഷം ആയതുകൊണ്ട് നമ്മൾ പഠിച്ച് 5 അധ്യായമായി. എന്ത് സ്ലോയിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? കർത്താവ് അങ്ങനെയാണ് ശരിയായ പഠനങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. ശരി പഠിച്ച് തീർക്കുകയല്ല, കറക്റ്റ് ലൈഫിലെത്തണം. അപ്പോൾ എന്താണ് ലൈഫിലെത്താൻ പോകുന്നത്? രോഗസൗഖ്യം. മനസ്സിലായോ? വിശ്വാസത്തോടെ നിങ്ങൾക്ക് സൗഖ്യത്തിൽ എത്താൻ പറ്റും. അത് വിശ്വാസം ദൈവം നമ്മുടെ ഉള്ളിൽ തരുന്നതാണ്. അതിന് ഈ വർഷം ഒരു സാധ്യത ദൈവം നൽകിയിരിക്കുന്നു. ഇത് ആദ്യം നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഏത് തരം രോഗമുണ്ടെങ്കിലും അത് കർത്താവ് തന്നു, അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ പറയുന്നു. ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട്, എന്നെ കേൾക്കുന്ന നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. കർത്താവ് എനിക്ക് തന്ന ബോധ്യമാണ് ഞാൻ സംസാരിക്കുന്നത്. കർത്താവ് തരാത്ത ബോധ്യങ്ങളില്ലാത്ത കാര്യങ്ങൾ ഞാൻ വിളിച്ച് പറയുന്നില്ല. കർത്താവ് തരുന്ന ബോധ്യങ്ങളെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഈ വർഷം സൗഖ്യം എനിക്ക് കിട്ടുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. ഈ വചനം നിങ്ങൾ കയ്യിലെടുക്കുക. ഓക്കെ, അതിനായിട്ടുള്ള ചില വചനങ്ങളിലൂടെ ഞാൻ മൂവ് ചെയ്യാണ്. എന്താണ് കർത്താവ് സൗഖ്യത്തിന് വേണ്ടി നമ്മോട് സംസാരിക്കുന്നു നോക്കാം. ഞാൻ ചില വചനങ്ങളിലൂടെയാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഈ വചനങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ, ഈ വചനം വിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. വചനം വിട്ടിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. ഈ വചനത്തിലൂടെ മൂവ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ.
എഴുതിയെടുക്കാൻ പറ്റാത്തവർ ശ്രദ്ധിക്കുക. നിങ്ങൾ യൂട്യൂബിലൊക്കെ വരുമ്പോൾ വന്നാൽ ഒന്നും ഒരു ഗ്യാരണ്ടി ഇല്ല, വന്നാൽ വന്നു അങ്ങനെയാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യും നമ്മൾ. ശരി, വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് എഴുതിയെടുത്ത് ഈ വചനം എഴുതിയെടുത്തേ പറ്റൂ. നിങ്ങൾ ഈ അലസന്മാർക്കൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു, അലസന്മാർ മടിയന്മാർക്കൊന്നും ഈ പരിപാടി പറഞ്ഞിട്ടേ ഇല്ല. കൈ അങ്ങ് പോവുക, ചുമ്മാ തോന്നും പോലെ അങ്ങ് ജീവിച്ചോ. പക്ഷേ ഉത്തരവാദിത്വ ബോധമുള്ള, കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ കർത്താവ് കൊടുക്കത്തുള്ളൂ. ചുമ്മാ എങ്ങനെ കിട്ടട്ടെ കിട്ടട്ടെ, ഒന്നും കിട്ടാൻ പോകുന്നില്ല, സത്യമായിട്ടും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചില വചനങ്ങൾ പറയാം. രോഗത്തുമായി ബന്ധപ്പെട്ടാണ് ഈ വചനങ്ങൾ പോകുന്നത്. 1 ശമൂവേൽ 5-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം വായിച്ച് കേൾക്കാം. 1 ശമൂവേൽ 5-ാം അധ്യായം 9-ാം വചനം. അവർ അത് കൊണ്ടുചെന്ന ശേഷം ഏറ്റവും വലിയൊരു പരിഭ്രമം ഉണ്ടാകത്തക്കവണ്ണം യഹോവയുടെ കൈ ആ പട്ടണത്തിന് വിരോധമായി തീർന്നു. അവൻ പട്ടണക്കാരെ ആബാലവൃദ്ധം ബാധിച്ചു, അവർക്ക് മൂലരോഗം തുടങ്ങി. അതുകൊണ്ട് ആ രോഗം, നമ്മൾ ആ സീനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പറഞ്ഞിട്ട് സമയമില്ല. അവിടെ ആ ജനത്തിന് രോഗം വരാനുള്ള റീസൺ എന്ന് പറയുന്നത്, അവർ യഹോവയുടെ പെട്ടകം എടുത്തുകൊണ്ട് പോയി അവിടെ വച്ചത് കാരണം അവർക്ക് രോഗം വരുന്നു, മൂലരോഗം ബാധിക്കപ്പെടുന്നു. അത് ശാപ കാരണമായിട്ടാണ് അവിടെ വരുന്നത്. മനസ്സിലായോ? ശാപ കാരണം നിങ്ങൾക്ക് രോഗങ്ങൾ വരാം. നമ്മൾ അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വർഷം ഏറെക്കുറെ ധ്യാനിച്ചിരുന്നു. അപ്പോൾ രോഗങ്ങൾ വരാനുള്ള ഒരു കാരണം ശാപങ്ങളാണ്. നമ്മൾ തന്നെ ചെയ്തു വെച്ച ശാപങ്ങളോ നമ്മുടെ പൂർവിക ശാപങ്ങളോ രോഗങ്ങൾ തുടരാൻ കാരണമാകും, വരാൻ കാരണമാകും. അപ്പോൾ ഈ ഒരു മേഖല നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിനെതിർത്ത് പ്രാർത്ഥിച്ച് ആ മേഖല ജയിക്കാൻ പറ്റൂ. സൗഖ്യം തരണേ സൗഖ്യം തരണേ സൗഖ്യം തരണേ എന്ന് പറഞ്ഞാൽ ആ സൗഖ്യം കിട്ടില്ല, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങളിങ്ങനെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കും, ആ സൗഖ്യം വരുന്നില്ല, അതിൻ്റെ മേഖല നിങ്ങൾക്ക് സൗഖ്യം കിട്ടത്തില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ തലവേദന, ഒരിക്കലും മാറാത്ത തലവേദന, നമ്മളതിനെ ഇങ്ങനെ മെഡിക്കൽ സയൻസിൽ പല രോഗങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനിങ്ങനെ ഓമനിച്ച് കുറേ മെഡിസിനൊക്കെ കഴിച്ച് അതിനെ സപ്രസ് ഇതിനെ വെച്ചുകൊണ്ട് പോകുന്നു. ഒരിക്കലും സൗഖ്യം പ്രാപിക്കാത്ത രീതിയിൽ ചില ആൾക്കാർ തലവേദനയുണ്ട്. പ്രിയമുള്ളവരെ, ഒരു 99% എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞാൽ പൈശാചികമാണ്. ഇങ്ങനെയുള്ള സിവിയറായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന തലവേദനകളിലെല്ലാം തുടരുന്നത് ഒരിക്കലും മാറാത്തുള്ളതിനകത്തെല്ലാം പൈശാചിക സ്വാധീനങ്ങൾ. കാരണം അതങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ കണ്ടിട്ടുള്ളതും പ്രാർത്ഥിക്കുന്ന സമയത്ത് ആൾക്കാരിൽ മനസ്സിലാക്കുന്നതെല്ലാം പൈശാചിക സ്വാധീനങ്ങളാണ്. പക്ഷേ ഇതിൽ നിന്ന് വിടുതൽ പലതിനും പ്രാപിക്കാത്തതിൻ്റെ റീസൺ ഇത് പലതും പാരമ്പര്യ ശാപങ്ങളാണ്, പാരമ്പര്യമായ പ്രശ്നങ്ങളാണ്, ചിലത് ആഭിചാരങ്ങളാണ്. ഇങ്ങനെയുള്ള ചില ശാപകാരണത്താൽ, ആഭിചാരം ഒരു ശാപകാരണമാണ്, അങ്ങനെ അവരുടെ മേൽ വന്നു കിടക്കുന്നത് കാരണം അത് അവരിൽ നിന്നും മാറുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ശാപം ബ്രേക്ക് ചെയ്യണം. അതാണ് കഴിഞ്ഞ വർഷത്തെ 40 ദിവസത്തെ പ്രയർ. ഇപ്പോൾ മനസ്സിലാകുന്നു കണക്ഷൻ കിടക്കുന്നത്. ഈ പറയാൻ പോകുന്ന മെസ്സേജുകളെല്ലാം കഴിഞ്ഞ വർഷത്തെ 40 ഡേയ്സ് പ്രയറുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് എടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല എന്ന് ഞാൻ പറഞ്ഞത്. സാരമില്ല, വിഷമിക്കരുത്. പക്ഷേ ഈ വചനങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നിങ്ങൾ പ്രാർത്ഥന കർത്താവ് സ്നേഹമാണ്, പ്രാർത്ഥന തുടരുകയും ചെയ്യുക. അപ്പോൾ ശാപം വ്യക്തമായി പറഞ്ഞിരുന്നു, പാരമ്പര്യമായ ശാപങ്ങൾ, പൂർവികർ, നമ്മളോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ പൂർവികരോ ചെയ്തു പോയിട്ടുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനകത്ത് വന്നുപോയി തെറ്റുകളെ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പറയണം. അവർ അന്യാരാധന നടത്തിയത്, വിഗ്രഹങ്ങളെ ആരാധിച്ചത്, അന്യ ദൈവങ്ങളെ നമസ്കരിച്ചത്, ഇങ്ങനെ എല്ലാം ഇതിനകത്ത് തുടരും. അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തെ ആൾക്കാർ മറ്റുള്ള ആൾക്കാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആഭിചാര ക്രിയകൾ ചെയ്യും. പണ്ടൊക്കെ വളരെ കൂടുതലാണ് അതൊക്കെ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് രോഗമുണ്ടാവട്ടെ, പക്ഷേ അയൽക്കുത്തുകാരന് രോഗമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഒരു ആഭിചാരം ചെയ്ത് അതുപോലെ ഇവിടെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ കുടുംബത്തെ രോഗം മാറാതെ കിടക്കും. എന്തുകൊണ്ട്? ചില ആൾക്കാർ പാരമ്പര്യമായിട്ട് ഈ രോഗം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഉണ്ടെന്ന് പറയില്ലേ, അത് ഈ സാധനമാണ്. പാരമ്പര്യമായി കിടക്കുന്ന ബ്ലഡ് ലൈനിൽ കിടക്കുന്ന ഒരു ശാപം, ഒരു കേഴ്സാണത്. അപ്പോൾ അതിന് കാരണം ഇതുപോലെ ചെയ്ത എന്തോ സംഭവമാണ്. ചില ആൾക്കാരെ പീഡിപ്പിക്കും, ചില ആൾക്കാരെ അടി കൊടുക്കുന്നു, ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, കൊലപാതകം, ഇതൊക്കെ പഴയ കാലങ്ങളിലുള്ളതാണ്. അത് രോഗമായിട്ട് തുടരാം. ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത, ഒരിക്കലും സ്വസ്ഥതയില്ലാത്ത ചില ഹാർട്ട് അറ്റാക്കുകൾ, ചില സ്ട്രോക്കുകൾ, ഇങ്ങനെ പലതും ഇങ്ങനെ വരാം. എല്ലാം അങ്ങനെയാണെന്ന് അർത്ഥമില്ല, പക്ഷേ ഇങ്ങനെയും വരാം, ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതിനെ നമ്മൾ തകർക്കണം. മനസ്സിലായോ? ഇങ്ങനൊരു പാരമ്പര്യ സംഭവമാണെങ്കിൽ കർത്താവിനോട് ക്ഷമിക്കണം. എല്ലാവരും അത് പ്രാർത്ഥിച്ചവരാണ്, ഇനിയും പ്രാർത്ഥിക്കാതെ ശ്രദ്ധിച്ചുകൊള്ളുക. നിർബന്ധമായിട്ട് തുടരുക. ഇതൊന്നും പ്രാർത്ഥിച്ച് തീർന്നു എന്ന് വിചാരിക്കരുത്, തുടരുക. അതിൻ്റെ മേലുള്ള പൈശാചിക ആത്മകളെ മാറ്റിത്തരാൻ പറയുക. ശാപകാരണമായി വരുന്ന രോഗങ്ങൾ, ആഭിചാരമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ. ചില ആൾക്കാർ എപ്പോഴും ദേഹം വേദനയാണ്, ശരീരമൊക്കെ ഇങ്ങനെ പെയിനാണ്, എപ്പോഴും പെയിനാണ്.
ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ അപ്പോഴപ്പോഴും മാറി മാറി വേദനകൾ വരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കയ്യിലെ വേദന, കുറച്ച് കാലിൽ വേദന, കുറച്ച് നടുവിൽ വേദന, ഇങ്ങനെ അവിടെ വേദന വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഉറപ്പായിട്ടും ആഭിചാരമോ ശാപകാരം, ആഭിചാരമായിരിക്കും മിക്കവാറും. ആ കേസിലെല്ലാം ആഭിചാര ശക്തികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കിടക്കും. നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മാറത്തില്ല, അതങ്ങനെ തന്നെ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനെ ബ്രേക്ക് ചെയ്ത് കളയണം, ഇതിനെ ശാസിച്ച് കളയണം, ഇതിനെ ശുദ്ധീകരിക്കണം. അപ്പോൾ ആ ശാപത്തെ, അത് ആഭിചാരമാകട്ടെ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വന്നതാവട്ടെ, അതിന് നമ്മൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. സൗഖ്യം തരൂ എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അതങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന മേഖലയിലൂടെ എൻ്റെ മേൽ ഇതുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു ഗുണം, നിങ്ങൾ ഇത് അറിയാൻ നിങ്ങൾക്ക് പറ്റിയാൽ എളുപ്പമാണ്. ഇങ്ങനെയാണെന്ന് അറിയാൻ അതിനുള്ള ഒരു എളുപ്പ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് നോക്കണം. നിങ്ങൾക്ക് എന്നെ പറഞ്ഞുതരാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നോക്കണം. കർത്താവ്, ഇത് ഏതെങ്കിലും ആഭിചാരമാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നിങ്ങൾ ശുദ്ധീകരണ പ്രാർത്ഥനയിൽ കൂടെ കടന്നു പോയിട്ട് വേണം ഈ പ്രാർത്ഥനയിലേക്ക് എത്താനായിട്ട്. വിശുദ്ധീകരണ പ്രാർത്ഥന കടന്നു പോകാതെ നിങ്ങൾ ഇതിനകത്ത് ചാടിക്കയറി വന്നാൽ ഒന്നും മനസ്സിലാവത്തില്ല, ഒന്നും കിട്ടാനും പോകുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ രക്തത്താൽ കഴുകി നമ്മൾ ആ പ്രയറുകൾ പോലെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വന്ന് വചനം അനുസരിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ കർത്താവ് ആഭിചാരമാണോ, കർത്താവിന് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ആഭിചാരത്തിനെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിൽ തന്നെ അത് മനസ്സിലാവും. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. ചില സമയത്ത് ഒരു തലവേദന പോലെ സിംറ്റം കാണിക്കും, ചില സമയം ശരീരത്തിൽ ഇങ്ങനെ ഒരു പെയിൻ പോലെ സിംറ്റം. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിംറ്റം നിങ്ങളിൽ കാണിക്കും. മനസ്സിലായോ? അത് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന നിർത്തുന്നതും കുഴപ്പമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ? അപ്പം കാണിക്കും. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് സാധനം. മനസ്സിലായോ? പാരമ്പര്യമായ ശാപം, എൻ്റെ പൂർവികർ ചെയ്തു പോയ തെറ്റിൻ്റെ പരിണിത ഫലമായിട്ട് വന്നിട്ടുള്ള, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിംറ്റം കാണിച്ച് കിട്ടിയാൽ എളുപ്പമായി എന്നാണ് പറഞ്ഞു വരുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ശുശ്രൂഷകരുടെ സഹായം വേണ്ടി വരും ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ, കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സമർപ്പണവും നിങ്ങളുടെ പ്രാർത്ഥന ആര് കാണും? ദൈവം കാണും. കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും, അല്ലെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരാം, അല്ലെങ്കിൽ മറ്റാരിലൂടെയെങ്കിലും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. ഇല്ലേ, ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, പക്ഷേ ഇന്ന ആൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ലൈഫിൽ ഇന്നതാണെന്ന് പറഞ്ഞു എന്ന് പറയാറുണ്ട്. അല്ലേ, ആരിലൂടെ വേണം ദൈവത്തെ വെളിപ്പെടുത്താം, അല്ലേ? അങ്ങനെ കർത്താവ് നിങ്ങളുടെ ആഗ്രഹം കണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ വിഷയം പ്രാർത്ഥിക്കുമ്പോഴേ സംഭവിക്കും. അപ്പോൾ രോഗം എല്ലാം ഒരു നാച്ചുറൽ എന്ന് വിചാരിക്കരുത്. ഓക്കെ, ശാപകാരണമായി വിടാം. ഓക്കെ, 2 ശമൂവേൽ 12:15. 2 ശമൂവേൽ 12:15. ഊരിയാവിന്റെ ഭാര്യ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു, അതിന് കഠിന രോഗം പിടിച്ചു. ദാവീദ് കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. അതിന് കഠിന രോഗം ബാധിച്ചു. ദാവീദിനൊരു കുഞ്ഞ് ജനിക്കുന്നു. ഊരിയാവിൻ്റെ ഭാര്യ ബേർശബയിലാണ് ജനിക്കുന്നത്. സംഭവം നമുക്കറിയാം, പാപമാണ് ദാവീദ് ചെയ്തത്, അല്ലേ? ഒരു പാപം ചെയ്തു, ഊരിയാവിനെ കൊല്ലുന്നു. ഊരിയാവിൻ്റെ ഭാര്യയെ സ്വന്തമാക്കുന്നു. അവളിലൊരു കുഞ്ഞ് ജനിച്ച സമയത്ത് ആ കുഞ്ഞ് ബാധ തട്ടി. എന്താ ബാധ തട്ടി എന്ന് പറഞ്ഞാൽ സ്പിരിറ്റാണ്, ഈവിൾ സ്പിരിറ്റാണ് അതിനകത്ത് വരികയാണ്. ദൈവം അതിനെ അനുവദിക്കുന്നു. അതാണ് ദൈവം അതിനകത്ത് ഈവിൾ സ്പിരിറ്റ് കയറ്റുന്നല്ല. ദൈവം ദാവീദിന് ദൈവം കൊടുത്തിരിക്കുന്ന വലിയൊരു കവറിങ് ഉണ്ട്, ഭയങ്കര പ്രൊട്ടക്ഷൻ. ദാവീദിനെ തൊടാൻ ആർക്കും പറ്റത്തില്ല, അങ്ങനെയൊന്നും പെട്ടെന്ന്. അത്ര കണക്ഷനുള്ള ഒരാളാണ്. പക്ഷേ ഒരു പാപം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഈ ദൈവത്തിൻ്റെ കവറിങ് പോയ സമയത്ത് ബാധ തട്ടും. ദാവീദിന് എപ്പോൾ തട്ടുന്നത് സാത്താൻ നടക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ ഒരു കാരണവശാലും നിലനിർത്തുന്നത് പിശാചിന് ഇഷ്ടമല്ല. നമ്മളത് പല ഇൻസിഡൻറ്റിലൂടെ ദാവീദിൻ്റെ ലൈഫ് എടുത്താൽ മനസ്സിലാവും. തട്ടിക്കളയാൻ ഒരു കാരണവശാലും സിംഹാസനത്തിൽ കയറരുത്, തട്ടിക്കളയാൻ സാത്താൻ എടുക്കുന്ന എന്തുമാത്രം തന്ത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ സിംഹാസനത്തിലിരിക്കുമ്പോൾ ഈ താഴെ ഇറക്കാൻ, അവനെ നശിപ്പിച്ച് കളയാൻ പിശാചിന് പദ്ധതിയുണ്ട്. അപ്പോൾ അതിൽ സാത്താൻ ഇട്ട ഒരു ടാർഗറ്റിലാണ് ആര് വീണുപോയത്? ദാവീദ് വീണുപോയി. അയാൾ അങ്ങനെ ഈ ഒരു സ്ത്രീയെ കണ്ട് മോഹിച്ച് അതിനകത്ത് അങ്ങ് വീണുപോയി. എന്നിട്ട് പാപം ചെയ്തു. അപ്പോൾ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മളൊരു പാപം ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ കവറിങ് നഷ്ടപ്പെടുന്നു. ദൈവത്തിന് പെട്ടെന്നൊന്നും സഹായിക്കാൻ പറ്റാതെ ആകുന്നു. അപ്പം അശുദ്ധാത്മാക്കൾക്ക് നമ്മുടെ മേൽ വരാൻ സാധ്യത ഉണ്ടാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പാപം ഏറ്റുപറയണമെന്ന് എപ്പോഴും നമ്മൾ പറയുന്നത്. ഒരു പാപം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ദാവീദ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദാവീദ് കണ്ടു മോഹിച്ചു, അതൊരു തെറ്റ്. അത് കഴിഞ്ഞ് അവളെ സ്വന്തമാക്കി, രണ്ടാമത്തെ തെറ്റ്. അവളുടെ ഭർത്താവിനെ തട്ടിക്കളഞ്ഞു, മൂന്നാമത്തെ തെറ്റ്. കണ്ടോ, കംപ്ലീറ്റ് തെറ്റാണ്. തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് മനുഷ്യൻ വീണുകൊണ്ടിരുന്നു. ഒരു റെപ്പൻറ്റൻസ് അയാൾക്ക് വന്നില്ല, അയാൾക്ക് മനസ്സിലായില്ല. നാഥാൻ പ്രവാചകൻ വന്നതിന് ശേഷം വന്ന് പറഞ്ഞിട്ട് നീ തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോഴും മനസ്സിലായ. നമുക്ക് ദാവീദിനെ കുറ്റപ്പെടുത്താനില്ല, കാരണം നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണ്, അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോൾ മനസ്സിലാവുന്നു, വചനം വായിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ അറിയാതെ പലയിടത്തും പോകുന്നതുകൊണ്ട് ആരെയും ശ്രേഷ്ഠരൊന്നുമല്ല, നമ്മൾ ആരും ശ്രേഷ്ഠരല്ല, മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഒരു പാപം കാരണം കവറിങ് നഷ്ടപ്പെട്ടപ്പോൾ ബാധ തട്ടി കുഞ്ഞിന് രോഗം വന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ രോഗത്തിന് രണ്ടാമത്തെ റീസൺ എന്താണ്? പാപം. മനസ്സിലായോ? പാപം. അപ്പം നമുക്ക് ഈ രോഗം മാറണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണം? പാപം മാറണം.
പാപം മാറാത്തിടത്തോളം കാലം ആ രോഗത്തിന് സൗഖ്യം കിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രോഗങ്ങൾ വളരെ ശ്രദ്ധിച്ചു കൊള്ളുക. ചില സന്ദർഭങ്ങൾ നമുക്കുണ്ടാകുന്ന ചില പനികൾ, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. കഥകൾ പറഞ്ഞാൽ ഒരുപാടുണ്ട് അതിനകത്ത്, അതുകൊണ്ട് എടുത്തു പറയാനില്ല. പക്ഷേ പറഞ്ഞാൽ ചില പനികൾ, പെട്ടെന്നുണ്ടാകുന്ന പനി പലതും ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ദൈവത്തിന് അനുസരണക്കേട് കാണിക്കുമ്പോൾ വരാറുണ്ട്. അനുസരണക്കേട് ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് ഒന്ന് ബാക്കിലോട്ട് ചിന്തി കർത്താവിനോട് ചോദിക്കാറുണ്ട്, കർത്താവ് എവിടെയെങ്കിലും തെറ്റിയോ? പലപ്പോഴും ചോദിക്കുക, എവിടെയെങ്കിലും തെറ്റിയോ കർത്താവ്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിസന്ധി വന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഞെരുക്കം വന്നത്? ഇങ്ങനൊരു രോഗം വന്നതിന് കാരണം? ചില കേസുകൾ കർത്താവ് ഇങ്ങനെ എനിക്കത് ദൂത് തന്നിട്ടുണ്ട്, അതിന് ഇന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഇന്നടുത്ത് വീണ് പോയി, ഞാൻ പറഞ്ഞതിൽ നീ മൂവ് ചെയ്തില്ല, ഞാൻ പറയാത്തിടത്ത് നീ പോയി, ഞാൻ പോകരുതെന്ന് പറഞ്ഞ് നീ പോയി, ഞാൻ പലതും കർത്താവ് ഇങ്ങനെ കാണിച്ചു തരാറുണ്ട്. അത് കാരണമായിരുന്നു വന്നത്. ഇങ്ങനെ വരുന്ന പല കേസുകളും സിവിയർ ആയിട്ടാണ് എൻ്റെ ലൈഫിൽ തീർന്നിട്ടുള്ളത്. എളുപ്പത്തിലൊന്നും തീർന്നിട്ടില്ല, അല്പം ബുദ്ധിമുട്ടിയും. കാരണം ദൈവം അത്രയും ഒന്ന് കടുപ്പിച്ച് വിടത്തുള്ളൂ. ബാലശിക്ഷ എന്ന് പറയുന്ന സംഭവം കർത്താവ് തരും. അപ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട്, പക്ഷേ നമ്മളത് റെപ്പൻറ്റൻസിൽ എത്തുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം വരും. മനസ്സിലായോ? പാപകാരണം വരും നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ രോഗികളുടെ പിന്നിലും, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു രോഗം വന്ന് ഉടനെ തന്നെ എവിടെ പോരുത്? ഹോസ്പിറ്റലിൽ ഓടുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല ഉണ്ടാവണം. കർത്താവേ എന്ന് വിളിക്കണം മനസ്സുണ്ടാവണം. ഒരു രോഗം വന്നാൽ ആർക്കും ആയിക്കൊള്ളട്ടെ. ഈ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന കേസുകളിൽ ഒറ്റ പാപത്തിലായിരിക്കില്ല, ശ്രദ്ധിച്ചോളണം. കണ്ടിന്യൂസ് ഇങ്ങനെ ഒരേ രോഗം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം 5 ദിവസം കഴിഞ്ഞ് വീണ്ടും വരും, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അടുത്തും. ഇങ്ങനെ കണ്ടിന്യൂസ് ഉള്ള ഒരു ശരീരത്തിൽ ചില രോഗം കിടക്കുന്നുവെങ്കിൽ അത് ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധനം ആയിരിക്കണമെന്നില്ല. അത് എന്തോ ഒന്ന് സംഭവിച്ചെന്നാവാം. ഇന്നലെ സംഭവിച്ചതാവണമെന്നില്ല. പക്ഷെ പെട്ടെന്ന് വരുന്ന കേസുകൾക്കകത്ത് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചിരിക്കണം കേട്ടോ. പെട്ടെന്ന് വരുന്ന സംഭവങ്ങൾ അത് ചെറുതാവട്ടെ, ചെറിയ കാര്യമാവട്ടെ, അതിന് നിസ്സാരമായിട്ട് കാണല്ലേ. ദൈവമക്കൾ പ്രൊട്ടക്റ്റഡ് ആണ്, സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ കർത്താവ് ചില ബാലശിക്ഷയിലൂടെ നടത്തുന്ന സമയത്ത് രോഗം വരാം. അങ്ങനെ വരും. നമ്മൾ ദൈവത്തോട് ചോദിക്കുക, കർത്താവ് എനിക്ക് തെറ്റിയോ? എവിടെയെങ്കിലും ഞാൻ എവിടെയെങ്കിലും അങ്ങ് മറന്നുപോയോ? അതുകൊണ്ടാണോ ഈ രോഗം വന്നത്? അതുകൊണ്ടാണോ ഈ ഒരു വയറുവേദന വന്നത്? അതുകൊണ്ടാണ് ഈ തലവേദന വരുന്നത്? അതുകൊണ്ട് വീട്ടിലെ അസ്വസ്ഥത? ദൈവത്തോട് നിങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം. പാപകാരണമാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കും, നിങ്ങൾ ഓർമ്മയിൽ കർത്താവ് തരും, ഓർമ്മയിൽ തരും. ചിലപ്പോൾ നമ്മളെന്തറിയോ, അപ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം നമ്മുടെ പ്രാർത്ഥന ലൈഫ് കട്ടായിപ്പോയി, പ്രെയർ ലൈഫ് കട്ട. ദൈവം പറഞ്ഞത് പ്രാർത്ഥിക്കണമെന്നാണ്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ 3 ദിവസം നമ്മൾ ലോകത്തിൻ്റെയോ എന്തിൻ്റെയൊക്കെ പിറകെ പോയിട്ട് നമ്മളങ്ങ് വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ വരാം ചില രോഗങ്ങൾ അങ്ങനെ വരാം. നിങ്ങൾ ഉടനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കർത്താവ് എനിക്ക് തന്നു എന്ന് വിചാരിക്കരുത്. കാരണം നമ്മൾ 3 ദിവസം കട്ടായതിൽ ഓർക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് ഒരു അറ്റാക്ക് നിങ്ങൾക്ക് ഉണ്ടാവാം. കാരണം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്താണ് പ്രയറിൽ നിന്ന് പോയത്. കാരണം ചില വീട്ടിൽ ഭയങ്കരമായ പൈശാചിക പോരാട്ടങ്ങളാണ്. അപ്പോൾ ഈ പ്രയർ ലൈഫായിരിക്കും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതൊന്ന് തട്ടണം, ഇത് ഇടിച്ച് കയറും. ഉടനെ നിങ്ങൾ അതിന് തിരിച്ചു വരിക, കർത്താവേ ഞാനത് വിട്ടുപോയി എന്നോട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ എവിടെയെല്ലാം നിങ്ങൾ തെറ്റ് സംഭവിക്കുന്നുവോ അതെല്ലാം തിരിച്ചു വരണം. ഒരു രോഗം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ശുദ്ധീകരിക്കുക. രോഗത്തിൻ്റെ ശുദ്ധീകരണം അല്ല നടക്കേണ്ടത്, പാപത്തിൻ്റെ ശുദ്ധീകരണം നടക്കണം, ശാപത്തിൻ്റെ ശുദ്ധീകരണങ്ങൾ നടക്കണം. അപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഹീലിംഗ് വരുന്നത്. മനസ്സിലായോ? ഇല്ലെങ്കിൽ നമ്മൾ തലവേദന മാത്രം മാറ്റും, ബാക്കി സാധനം അവിടെ, ആ സ്പിരിറ്റ് അവിടെ കിടക്കും. 1 മാസം കഴിഞ്ഞ് വീണ്ടും ഇത് കയറി വരും. ഇതിനെ എടുത്ത് കളയണ്ടേ? കംപ്ലീറ്റ് ക്ലീൻ ചെയ്തുകൂടെ നമുക്ക്? അപ്പോൾ നമ്മൾ അതിന് സമയം കൊടുക്കും. ഓക്കെ, പാപകാരണമായിട്ട് വരാം. അതിനെ നമ്മളെ പക്ഷപാതക്കാരൻ്റെ കേസിലെല്ലാം യേശു പറയുന്നുണ്ട്, ഇനി പാപം ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അല്ലേ? പക്ഷപാതക്കാരൻ എഴുന്നേൽപ്പിക്കും. കാരണം അയാളുടെ പക്ഷപാതം വരാൻ റീസൺ അയാളുടെ പാപമായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് പാപം ചെയ്യുന്ന സമയത്ത് രോഗം നിൽക്കും. പാപം ചെയ്യല്ലേ നിലവിളിക്കുന്ന സമയത്ത് എളുപ്പമാണെന്ന് വിചാരിക്കല്ലേ. നിങ്ങളുടെ കയ്യിലെ പൈസ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം നിങ്ങളുടെ പാപമാണ്. കാരണം ഒരു പാപം ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് രോഗം വരുന്നു. രോഗം വരുന്നാൽ നിങ്ങളുടെ പൈസ പോകുന്നു. മനസ്സിലായോ? അതുകൊണ്ട് പാപത്തിൻ്റെ ശമ്പളം മരണം. കംപ്ലീറ്റ് ലൈഫ് മരണത്തിലേക്ക് പോകും. അയാളുടെ ആത്മാവ് മരിക്കുന്നു. അയാളുടെ ലൈഫിൻ്റെ സന്തോഷങ്ങൾ ഇവൻ എടുത്തു കളയും. സാത്താൻ ബന്ധിക്കുന്നു, തകർത്ത് കളയുന്നു. നാക്കുകളെ സൂക്ഷിക്കൂ. നമ്മൾ എത്രയോ പ്രാവശ്യം പ്രസംഗിച്ചു, നാവിനെ സൂക്ഷിക്കൂ, കണ്ണിനെ സൂക്ഷിക്കൂ, ചിന്തകളെ സൂക്ഷിക്കൂ, പ്രവൃത്തികളെ സൂക്ഷിക്കൂ. പാപത്തിൽ വീഴല്ലേ, സാത്താൻ ഇടം കൊടുക്കരുത് നിങ്ങൾ. ഓക്കെ, ശ്രദ്ധിക്കുക. മറ്റു നോക്കേ, 2 രാജാക്കന്മാർ 1-ാം അധ്യായം 2, 3, 4 വചനങ്ങൾ. 2 രാജാക്കന്മാർ 1-ാം അധ്യായം 2, 3, 4 വചനങ്ങൾ. അഹസ്യാവ് ശമരിയിലെ തന്റെ മാളികയുടെ കിളിവാതിൽ കൂടി വീണ് ദീനം പിടിച്ചു. അവൻ ദൂതന്മാരെ അയച്ചു, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് എക്രോനിലെ ദേവനായ ബാൽ സെബൂലിനോട് ചെന്ന് ചോദിപ്പിൻ എന്ന് അവരോട് കൽപ്പിച്ചു. എന്നാൽ യഹോവയുടെ ദൂതൻ തിശ്ബിനായ ഏലിയാവോട് കൽപ്പിച്ചത്, നീ എഴുന്നേറ്റ് ശമരിയ രാജാവിന്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്ന് അവരോട്, ഇസ്രായേലിൽ ദൈവം ഇല്ലാഞ്ഞിട്ടോ നിങ്ങൾ എക്രോനിലെ ദേവനായ ബാൽ സെബൂലിനോട് അരുളപ്പാട് ചോദിപ്പാൻ പോകുന്നത്? ഇതു നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറക. മനസ്സിലായോ? ആ ശാപം ശക്തമായി വരുന്നുണ്ടോ? ശമരിയിലെ രാജാവ്, അദ്ദേഹത്തിന് രോഗം ബാധിച്ച് ഉടനെ ബെൽസെബൂലിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. ഒരു പൈശാചിക സ്വാധീനമുള്ള
ഒരു ദൈവസങ്കല്പത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഞാൻ സുഖമാകുമോ എന്ന് ചോദിക്കാൻ പോകുന്നു. റോങ് പ്ലേസിൽ ഒരു കാരണവശാലും നമ്മൾ പോയി പ്രാർത്ഥനകൾക്കോ അല്ലെങ്കിൽ എന്താ പറയുക കൈനോട്ടം പിന്നെ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന് ഓരോ സ്ഥലത്തും നിങ്ങൾ പോയി അപകടപ്പെടരുത്. അത് ഉടൻ ദൈവത്തിന് പെയിൻ ആവും. മനസ്സിലായി? അവിടെ ഉടൻ തന്നെ പ്രവാചകനിലൂടെ പറഞ്ഞു, ഇവിടെ ഒരു ദൈവം ഇല്ലാഞ്ഞിട്ടാണോ? യഹോവയാം ദൈവം യഥാർത്ഥ ദൈവം ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ബെൽസബൂലിൻ്റെ അടുത്ത് പോയിരിക്കുന്നോ? ഒരു കാരണവശാലും നീ ഇനി കട്ടിൽ നിന്ന് എഴുന്നേൽക്കത്തില്ല. തീർന്നു. പക്ഷേ അയാൾ രക്ഷപ്പെടുമായിരുന്നു അല്ലേ? അയാൾക്ക് രക്ഷപ്പെടാമായിരുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ പോയി രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അയാളുടെ റൂട്ട് തെറ്റിയപ്പോൾ ഇനി നീ എഴുന്നേൽക്കത്തില്ല, അതൊരു ശാപം അയാളുടെ മേൽ വരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ, നിങ്ങൾ ചെന്ന് കയറുന്ന ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്ന ഡിസിഷൻ, ദൈവമക്കളാണ് നിങ്ങൾ, ദൈവമക്കളോട് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ തലയ്ക്കകത്ത് ആദ്യം വരേണ്ടത് ദൈവം. മനസ്സിലാകുന്നു? എൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നു? ദൈവമെന്ന് വരാതെ നിങ്ങൾ ലോകത്തിലേക്ക് നോക്കുന്ന സമയത്തും കർത്താവിന് പെയിനാവും. എന്നാലും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, എന്നാലും അവൾ ഒരു വാക്ക് എൻ്റെ അടുത്ത് പറയാതെ. മനസ്സിലായ? സ്നേഹമായ ഒരാൾ നിങ്ങൾ സംസാരിക്കത്തില്ലേ, എന്നാലും എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അവസാനം നിവൃത്തിയില്ലാത്ത സ്റ്റേജ് എത്തുമ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കി കർത്താവിൻ്റെ പെയിൻ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ വേദന ഒന്ന് മനസ്സിലാക്കുക. ഇവനൊരു പനി വന്നാൽ പോലും നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കേണ്ട മനസ്സിന് കൊണ്ടാവണം. ദൈവത്തെ മറക്കരുത്. ദൈവം ഡയറക്റ്റ് ചെയ്യട്ടെ, ദൈവം ഉറപ്പായിട്ട് നിങ്ങളെ കരുതും. ആദ്യം ആ ദൈവത്തിൽ നിൽക്കണം. കർത്താവിന് അത് മാറുന്ന ഇഷ്ടമല്ല. അതാണ് ഒറിജിനൽ വിശ്വാസം, ഒറിജിനൽ ദൈവസ്നേഹം എന്ന് പറയുന്നത്. എന്നോട് ചോദിക്കാതെ നീ എന്തിന് പോയി? ഈ ചോദ്യം ദൈവമക്കളോട് വരും. 25 നമുക്ക് നൽകുന്ന വാഗ്ദത്ത വചനങ്ങൾക്കകത്ത് വിടുതലാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതിന് ഈ സംഭവം വിട്ടുപോയാൽ കർത്താവിനുടനെ പെയിനാവും. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലങ്ങളിൽ കയറില്ല. മനസ്സിലാവും നിങ്ങൾക്ക്? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത്, കർത്താവേ എന്താണ് എൻ്റെ പ്രശ്നം? പാപമാണോ ശാപമാണോ? എന്തുകൊണ്ട് ഈ രോഗം വന്നു? ഞാൻ എവിടെയെങ്കിലും തെറ്റിയോ? നിങ്ങൾക്കത് ചോദിക്കാൻ പറ്റണം. കർത്താവെ എന്നെ സൗഖ്യമാക്കണേ ദൈവത്തോട് പറയാൻ പറ്റും. ദൈവത്തിൽ ആശ്രയിക്കണം. മെഡിസിൻ കഴിക്കരുത് എന്ന അർത്ഥത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഫോക്കസ് കർത്താവിൽ തന്നെ ആയിരിക്കണം. കർത്താവ് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യണം. ഓക്കെ, വഴി തെറ്റിപ്പോവല്ലേ? വിശദീകരിക്കാതെ പോകാം നമുക്ക്. 2 ദിനവൃത്താന്തം 12. ആസായ്ക്ക് തന്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത്. കണ്ട, അവിടെ പറയാണ് യഹോവയല്ല അയാൾ കാലിൽ ദീനം പിടിച്ചപ്പോൾ യഹോവയെ ആശ്രയിക്കാതെ അയാൾ വൈദ്യന്മാരെ ആശ്രയിച്ചു. അപ്പോൾ സത്യം പറഞ്ഞ വൈദ്യന്മാരെ ആശ്രയിക്കുക പോലും കർത്താവിന് അത്ര ഇഷ്ടമല്ല. വേദപുസ്തക അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആശ്രയം അങ്ങനെ പോയാൽ ദൈവത്തിന് ഇഷ്ടമല്ല. മനസ്സിലാക്കൂ? വേണ്ട എന്ന അർത്ഥത്തിലല്ല. പലരും അത് ഉപയോഗിച്ചിട്ടുണ്ട്, ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, യേശുക്രിസ്തു ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സ് കർത്താവിൽ നിൽക്കണം. കർത്താവ് നിങ്ങളെ വൈദ്യന്മാരിൽ ഡയറക്റ്റ് ചെയ്യണം. അങ്ങനെ ആവണം. കർത്താവ് വേണം നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാൻ. നമ്മൾ എത്രയോ തവണ റോങ് പ്ലേസിൽ പോയിട്ടില്ലേ? തെറ്റായ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ലേ? തെറ്റായ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടില്ലേ? എത്രയോ തുക അനാവശ്യമായി പലയിടത്തും കളഞ്ഞിട്ടില്ലേ? അത് റോങ് ആണ്. നമ്മൾ പോകുന്ന വഴി തെറ്റാണ്. കർത്താവ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് റൂട്ടിൽ നമ്മൾ കറക്റ്റ് സ്ഥലത്ത്, ഈവൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോലും നമ്മൾ ചെന്നെത്തും. അപ്പോൾ നമ്മളെ ആശ്രയമാരിലും ദൈവത്തിൽ. മറക്കരുത് ഈ സംഭവമൊന്നും. മറക്കാൻ നിന്നാലേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. സൗഖ്യമൊക്കെ കർത്താവ് തരണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് കർത്താവിൽ നിൽക്കണം. അല്ലാതെ ലോകപ്രകാരം നിന്നിട്ട് സഹായിക്കണേ എന്ന് വിചാരിച്ചാൽ നീ ദൈവത്തിലല്ലല്ലോ ആശ്രയിച്ചത് എന്നുള്ള രീതിയിൽ കർത്താവ് നിൽക്കും, അങ്ങനെ പ്രതികരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ സൗഖ്യമൊന്നും കിട്ടാതെ കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. നെഹമ്യാവ് 2:2. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? നിനക്ക് ദീനമൊന്നും ഇല്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. ഇതിനകത്ത് ഒരു രോഗം കൂടി ഞാൻ പറഞ്ഞു, മനസ്സിൻ്റെ രോഗം. നിനക്ക് പുറമേ നോക്കിയിട്ട് നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, മനസ്സിലെന്ത് ദുഃഖമായിരിക്കുന്നതാണ്. മനസ്സിൻ്റെ രോഗം വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. മനസ്സിൻ്റെ രോഗങ്ങൾ, പല ആൾക്കാരും മനസ്സിൻ്റെ രോഗങ്ങളെ ചെറുതായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരിൽ നിന്ന് കാണുന്ന ഒരു കാര്യമാണ്. മനസ്സ് ഇപ്പോൾ ഡിപ്രഷനാകുന്ന ആൾക്കാർ, സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, ഒരുപാട് മുറിവേറ്റ ഹൃദയങ്ങളുമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതെന്ത് സീരിയസ് ആയിട്ട് കാണുന്നില്ല. അതിനെ സീരിയസ് ആയിട്ട് കാണാതെ പുറമേ ഒരു കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോൾ വാട്സപ്പിലിരുന്ന മെസ്സേജിനകത്തും ഏറെക്കുറെ അത് ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഉള്ള സമയത്തിനകത്ത് അത് പറഞ്ഞാണ് പോകുന്നത്. വളരെ ശ്രദ്ധിക്കാം. നിങ്ങളുടെ മനസ്സ് മുറിവേറ്റുകയോ രോഗമായി തീരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങളതിനെ ചികിത്സിക്കാൻ തയ്യാറാവണം. അത് യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെടണം. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് ഒരാൾ മാനസികമായി സംഘർഷം അനുഭവിക്കുന്നു, ഒരു പെയിൻ അനുഭവിക്കുന്നു, ഒരു ഡിപ്രഷൻ അനുഭവിക്കുന്നു, സങ്കടം എന്ന് പറയുന്നു, ഏതെങ്കിലും ടെൻഷൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ നിങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ നിനക്കൊന്നും കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയല്ലേ ചില മാതാപിതാക്കൾ. മക്കളെ എങ്ങനെ പറയുന്നത് എനിക്കറിയാം. ഒത്തിരി യങ്സ്റ്റേഴ്സിന് ഈ പ്രശ്നമുണ്ട് ഇന്നത്തെ കാലഘട്ടം. കാരണം ഈ മൊബൈൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ ഈ പ്രശ്നം വരുന്നത്. അവരുടെ തെറ്റാണ്.
പക്ഷേ നമുക്ക് എന്നോർത്ത് നമ്മൾ തള്ളാൻ പറ്റുമോ അവരെ? കുഞ്ഞുങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? നീ മൊബൈൽ ഫോൺ കണ്ടിട്ടല്ലേ ഇങ്ങനെയെന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറയുകയാണ് അനേക മാതാപിതാക്കൾ ചെയ്യണം. 24 മണിക്കൂർ നീ മൊബൈൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിനക്ക് പഠിക്കാൻ പറ്റാത്തത്, അതുകൊണ്ട് നിനക്ക് മാനസിക പ്രശ്നം, അതുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, അതുകൊണ്ട് നീ ഇങ്ങനെ ആവുന്നു, അതുകൊണ്ട് നിനക്ക് ടെൻഷൻ വരുന്നു. ഇങ്ങനെ പറഞ്ഞ് പിള്ളേരെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെ ചെയ്യരുത്. ആ കുഞ്ഞ് നശിച്ചങ്ങ് പോവും. ഒരിക്കലും ആ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല. ഒരു കുഞ്ഞിൻ്റെ രോഗമാണത്. അത് രോഗമാണ്. ഈ അമിതമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുമാതിരിപ്പെട്ട 90% പിള്ളേരിലും ഈ പ്രശ്നമുണ്ട്, മാനസിക പ്രശ്നമുണ്ട്. നമ്മൾ മാനസിക പ്രശ്നത്തെ കാണുന്നത് ഒരു വലിയ സിവിയർ ആകുമ്പോഴാണ്. പ്രാന്തെന്നൊക്കെ പറഞ്ഞല്ലേ, വലിയ സിവിയർ സിറ്റുവേഷൻ എത്തുന്ന സമയത്ത് അവർക്ക് സ്ഥലബോധമില്ലാതെ അതും ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ മാനസിക പ്രശ്നം. അതല്ല വളരെ വളരെ ബേസിക് തലത്തിൽ തുടങ്ങുന്നുണ്ട്. നമ്മളത് അറിയാത്തതാണ്. എനിക്ക് കർത്താവ് ഒരിക്കലും ഒരു ഭയങ്കര ബോധ്യം തന്നൊരു സംഭവമാണിത്. എന്താണ് മാഡ് എന്ന് പറയുന്ന സംഭവം? അതിനെ ബിബ്ലിക്കലി എന്താണ് അതിൻ്റെ ഈ കറക്റ്റ് കൺട്രോളിനകത്ത് ഒരു മനുഷ്യൻ നിൽക്കാത്ത സംഭവം. അതിന് കർത്താവ് എനിക്ക് തന്ന ഒരു വലിയ ഉദാഹരണമാണ് ഉറക്കത്തിൻ്റെ ടൈം ടേബിൾ ഒരാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ. ശ്രദ്ധ മനസ്സിലാവും. ഉറക്കത്തിൻ്റെ ടൈം ടേബിൾ ദൈവം തരുന്ന തൻ്റെ പ്രിയൻ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഉറങ്ങാനൊരു ടൈം ടേബിൾ. ഇത് തെറ്റുന്നുവെങ്കിൽ അയാൾ മാനസിക രോഗിയായി കഴിഞ്ഞു എന്നാണ്. നമ്മൾ ഇതിനെ നിസ്സാരമായിട്ട് കാണും. സ്പിരിച്വലി അയാൾ അപ്പോൾ തന്നെ മനസ്സ് പോയി കഴിഞ്ഞു അയാളുടെ. നമ്മൾ പറയുന്നത് ഉറക്കം ശരിയാവാത്തതുകൊണ്ടാണ്. പിന്നെ അയാൾക്ക് ഉറക്കത്തിനകത്ത് കൊണ്ടുവരാനായിട്ട് പ്രയാസപ്പെടുന്ന ആൾക്കാർ പിന്നെ അത് പ്രയാസമായി വരും. അയാളുടെ മനസ്സ് കറക്റ്റല്ല, മനസ്സ് പ്രശ്നമാണ്. ആ വ്യക്തിയെ ഉപദേശിച്ചിട്ട് കാര്യമില്ല, വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ട്രാക്കിനകത്താക്കി പറ്റും. മനസ്സിലായി? അതൊരു രോഗമായിട്ട് കാണണം, അത് രോഗമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ മനസ്സിലാക്കണം. നമ്മളാ പ്രോപ്പറായിട്ടുള്ള ചാനലല്ല നമ്മൾ മൂവ് ചെയ്യുന്നത് എങ്കിൽ അതിനകത്ത് എൻ്റെ മനസ്സ് സ്റ്റേബിൾ അല്ല എന്നാണ്. അത് ഉറക്കമാവട്ടെ, ചെറുക്ക് ഭക്ഷണം, ഒരു ക്രമവുമില്ല, സമയം ക്രമം പറ്റുന്നില്ല. ഒരു പറയും അങ്ങനെ പറ്റുന്നില്ല, അതിനർത്ഥം അവരുടെ മനസ്സ് ശരിയല്ല, മനസ്സ് രോഗമാണ്, മനസ്സ് കറക്റ്റല്ല. ചില കുട്ടികളുടെ പഠനത്തിനകത്ത് പല ഡിസ്റ്റർബൻസുകൾ, മനസ്സ് പ്രശ്നമാണ്, മാനസിക രോഗമാണത്. അങ്ങനെ തന്നെ എടുക്കണം. അങ്ങനെ പറയുമ്പോൾ ആൾക്ക് പേടിച്ചു പോരുത്. അങ്ങനെയാണ് സാധനം. കർത്താവ് എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. സീരിയസ് ആയിട്ട് അത് കാണണമെന്നാണ്. ഒരു ചെറിയ ഇഷ്യൂ പോലും കറക്റ്റ് ട്രാക്കിലല്ലാതെ പോകുന്നുവെങ്കിൽ, ടൈം ടേബിൾഡ് അല്ലാതെ പോകുന്നുവെങ്കിൽ, ക്രമത്തിലല്ലാതെ പോകുന്നെങ്കിൽ, ഞാനാണെങ്കിലും എൻ്റെ മനസ്സ് പ്രശ്നമാണ്, തിരിച്ചു കൊണ്ടുവരാം. ചെറിയ കേസുകൾ തുടങ്ങുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. തുടങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ, ഉറക്കം നമ്മൾ ശരിയാക്കുന്നത്. നമ്മൾ മൊബൈൽ ഫോൺ കണ്ടിരിക്കുന്നു. ഈ കാലത്തെ പ്രശ്നമാണ്. 12 മണി 1 മണി കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഉറങ്ങുന്നു, വെളുപ്പിന് എഴുന്നേൽക്കുന്നു, ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് നടക്കുന്നു. ഒരു ദിവസമായി, 2 ദിവസം നമ്മൾ വിചാരിക്കുന്നു കുഴപ്പമില്ല, നാളെ ശരിയാവും, 2 ദിവസം കഴിഞ്ഞ് ശരിയാവും. അപ്പോൾ 2 മണി ഈ ടൈം ടേബിൾ ഒരാൾ പോകുന്നു, അയാൾ ഉറപ്പായിട്ട് മാനസിക രോഗിയാണ്. മനസ്സിലായോ? മെഡിക്കൽ സയൻസിൽ മാനസിക രോഗി ആവത്തില്ല, പക്ഷേ സ്പിരിച്വലി അയാൾ മനസ്സ് പോയി, അയാളുടെ ടൈം ടേബിൾ തെറ്റി, അയാളുടെ മൈൻഡ് സെറ്റ് തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഉറങ്ങേണ്ട ടൈം കൈവിട്ടു, അയാൾ തെറ്റി. പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആ ലൈഫിലുണ്ടാവും, പിന്നെ ക്രമേണ ഉണ്ടാവും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാം, മനസ്സിൻ്റെ രോഗത്തെ നിസ്സാരമായിട്ട് കാണരുത്. ഏറ്റവും സിവിയറാണ് അത്. കാരണം അവരുടെ ശരീരം പോവും, പിന്നെ അവരുടെ ലൈഫ് പോവും. അതുകൊണ്ട് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ ശ്രദ്ധിച്ചു കൊള്ളുക. അത് രോഗമാണ്, അതിനെ ചികിത്സിക്കണം, അതിനെ ക്രമത്തിനകത്ത് എത്തിക്കണം. എപ്പോഴും ടൈം ടേബിൾ തെറ്റല്ല വീടിനകത്ത്. നിങ്ങളുടെ ഉറക്കത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ, ജീവിത ക്രമങ്ങളുടെ ഒന്നും ടൈം ടേബിൾ തെറ്റാതെ സൂക്ഷിച്ചുകൊണ്ട് പോകണം. കൊച്ചുകുട്ടികളൊക്കെ അത് വളരെ സീരിയസ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് വീട്ടിൽ പഠിപ്പിക്കണം, വൃത്തിയായിട്ടും പഠിപ്പിക്കണം. ഓക്കെ, അടുത്ത ഭാഗം നോക്കി. 2 രാജാക്കന്മാർ 8:8. 2 രാജാക്കന്മാർ 8:8. രാജാവ് ഹസായേലിനോട് ഒരു സമ്മാനം എടുത്തുകൊണ്ട് ദൈവപുരുഷനെ ചെന്ന് കണ്ട്, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് അവൻ മുഖാന്തരം യഹോവയോട് ചോദിക്കുക എന്ന് പറഞ്ഞു. ഇതാണ് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രോഗം നമുക്ക് തുടരുകയാണ്. അപ്പോൾ ശരിക്കും ഈ രോഗം എന്താണ്, എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ദൈവാലോചന നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ദൈവാലോചന കിട്ടുമെങ്കിൽ. അല്ലെങ്കിൽ ദൈവാലോചന തരാൻ ആ രീതിയിൽ കേപ്പബിളായ ഒരാളോട് നിങ്ങൾക്ക് ചോദിക്കാം. ദൈവം ആലോചന തരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. പല രോഗങ്ങളുടെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണാം. മനസ്സിലായി? ഞാൻ ഈ പറഞ്ഞതുപോലെ അതിന് റീസൺസ് എങ്കിൽ അത് കണ്ടെത്തിപ്പോയാൽ നിങ്ങൾ പൂർണ്ണമായി സുഖമാവും. ഇല്ലെങ്കിൽ സപ്രസ് ചെയ്ത് വയ്ക്കാനേ പലതും പറ്റത്തുള്ളൂ. പൂർണ്ണമായി വിടുതൽ കിട്ടണമെന്നില്ല. ചില മുഴകൾ ചില ആൾക്കാർക്ക് വരും. ആ മുഴയെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് സമയം വേറൊന്ന് വരും. അതിനെ ഓപ്പറേറ്റ് ചെയ്ത് വേറൊന്ന് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ സംഭവങ്ങൾ? അത് അയാളിൽ മുഴ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവാണ്. മനസ്സിലായി? അത് വന്നുകൊണ്ടേയിരിക്കുള്ളൂ. എത്ര മാറ്റിയാലും വേറൊന്ന് വന്നുകൊണ്ടിരിക്കും, ഒരിക്കലും ഇത് തീരത്തില്ല. അപ്പോൾ നമ്മൾ അതിന് ശരിക്കും ബേസിക് റൂട്ട് എടുത്ത് കളയണം. ആ വരുന്ന സ്പിരിറ്റിനെയാണ് അവിടുന്ന് കളയേണ്ടത്. അതിന് എന്ത് കിട്ടണം? ദൈവാലോചന കിട്ടണം. ഇത് ഇന്ന സ്പിരിറ്റാണ് എന്ന് ദൈവാലോചന കിട്ടിയാൽ മാത്രമേ ഇത് മാറാൻ പറ്റൂ. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് പറഞ്ഞു പോകാനായിട്ട്, ഒന്നും പറയാൻ സമയത്തിന് പോവുകയാണ്. അപ്പോൾ ദൈവാലോചന ശ്രദ്ധിക്കുക. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 7:5. ഹോശയ്യ 7:5. നമ്മുടെ രാജാവിന്റെ ദിവസത്തിൽ പ്രഭുക്കന്മാർക്ക് വീഞ്ഞിന്റെ ഉഷ്ണത്താൽ ദീനം പിടിക്കുന്നു. ശരി, അവിടെ പറഞ്ഞു വീഞ്ഞിന്റെ ഉഷ്ണത്താൽ ദീനം. എന്താ പറയുക? തെറ്റായ ശീലങ്ങളുടെ രോഗം വരും, തെറ്റായ ഭക്ഷണക്രമങ്ങളുടെ രോഗം വരാം. നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിലൊരു അവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തോട് തന്നെ പാപം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം തെറ്റായ ശീലം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഉറക്കം തെറ്റുന്ന ഒരാളുടെ അയാൾക്ക് രോഗം വരും. രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ അയാൾ ക്രമം തെറ്റി നടക്കുന്ന ഒരാളാണ്.
ക്രമം തെറ്റി നടക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ക്രമം ഉപദേശിക്കണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലായി, നിങ്ങളുടെ ശീലങ്ങളെ ഒന്ന് എടുത്ത് നോക്കണം. നിങ്ങളെ ഓരോ ദിവസത്തെ എഴുന്നേൽക്കുന്ന സമയമാവട്ടെ, ഉറങ്ങുന്ന സമയം, എത്ര സമയം ഉറങ്ങുന്നു, എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, എന്താണ് നിങ്ങളുടെ ശീലം? ഔട്ട്സൈഡ് ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നവർ, ഉറക്കം ശരിയാകാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ദുശീലങ്ങൾ, ലഹരികൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു. ആ ശീലങ്ങളിലൂടെ എന്ത് വരും? രോഗം വരും. അങ്ങനെയാണെങ്കിൽ ആ ശീലം മാറ്റി ക്ലിയർ ചെയ്യണം. ആദ്യം ശീലം തെറ്റ് ക്ലിയർ ചെയ്യണം, എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പോഴേ ദൈവം അതിനകത്ത് പ്രവർത്തിക്കത്തുള്ളൂ. ഒരെണ്ണം കൂടെ നോക്കിയേ, സങ്കീർത്തനം 41:7-8. സങ്കീർത്തനം 41:7-8. എന്നെ പകയ്ക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു. ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു. അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്നവർ പറയുന്നു. കണ്ടോ, കുറേ ആൾക്കാർ നമുക്കെതിരെ പറയാണ്, അവൻ നന്നാവത്തില്ല, ഒരു ദുർവ്യാധി അവന് പിടിച്ചു, അവൻ നശിച്ചു പോകുമെന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ കണ്ണുകടിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധ്യതയാണ് നമ്മുടെ മേൽ വരാൻ. മനസ്സിലാകുന്നോ? സാധ്യത. മറ്റൊരാളുടെ വാക്കുകൾ, അവരുടെ കണ്ണുകടികൾ, അസൂയകൾ, അതിൻ്റെ കൂടെ ചേർന്ന് ശാപവാക്കുകൾ, നന്നാവത്തില്ല, നശിച്ചു പോകട്ടെ, ഇത് സാധ്യതയാണ്. സാധ്യത എന്ന് പറയാൻ റീസൺ എന്ന് വെച്ചാൽ, ഒരു ദൈവ പൈതലിൽ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ഒന്നും ചെയ്യില്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മളെ ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ ചുമ്മാ അഹങ്കാരം പറയരുത്. ആൾക്കാർ ഇങ്ങനെ ചുമ്മാ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുത്. നിങ്ങൾ ദൈവത്താൽ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ, യോബിന് ചുറ്റും ഒരു വേലി കിടന്നതുപോലെ ഒരു വേലി നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെങ്കിൽ ഈ ശാപവാക്കുകൾ വരില്ല, ഈ കണ്ണുകടി ഒന്നും നിങ്ങൾക്ക് വരത്തില്ല, ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. പക്ഷേ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് അല്ലാത്തടത്തോളം കാലം, നിങ്ങൾ വിശുദ്ധ ജീവിതം കീപ്പ് ചെയ്യാത്തടത്തോളം കാലം, പ്രയർ ലൈഫ് പ്രോപ്പറായിട്ട് നടക്കാത്തടത്തോളം കാലം അയലുക്കത്തുകാരൻ്റെ കണ്ണുകടി നിൻ്റെ മേൽ വരും, അവരുടെ ശാപവാക്കൾ നിൻ്റെ മേൽ വരും, അവരുടെ ആഭിചാരം നിൻ്റെ മേൽ വരും. ഉറപ്പാണ്. നിങ്ങളൊരു നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഒരുങ്ങി ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്നപ്പോൾ പനിയായിട്ട് വരുന്നു. ഇത് സ്ഥിരമായിട്ട് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നു. ഇത് ചില ആൾക്കാർ പറഞ്ഞു തരും. ഞാൻ ഇത്തിരി നന്നായിട്ട് ഒരുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് രോഗം വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർ പറഞ്ഞിട്ടാണ്, ഇത് നന്നായിട്ടൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് അസുഖം വരും. എന്നിട്ട് അവരെന്നെ സ്വയം പറഞ്ഞത് കണ്ണുകടിയാണെന്ന് പറയുന്നു. എന്തേ നിനക്ക് ബാധിച്ചത്? അത് നമ്മുടെ ചോദ്യം. നിങ്ങളെന്താ ബാധിച്ചത്? അതിൻ്റെ ബാധിക്കാൻ റീസൺ നിങ്ങളാണ്, കാരണം അവരൊന്നുമല്ല. നാട്ടുകാരെ എല്ലാം വേലി കെട്ടാൻ പറ്റുമോ? ഈ കാറ്റടിക്കുന്നിടത്ത് വേലി കെട്ടാൻ പറ്റും? അങ്ങനെ പറ്റുമോ? നമുക്ക് ഒരിക്കലും പറ്റില്ല. പറയാനുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും, ചെയ്യാനുള്ള ചെയ്തുകൊണ്ട്. ആ വിചാരം ചെയ്യരുത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരെടുത്ത് പറയാൻ പറ്റും ആ വിചാരം ചെയ്യരുതെന്ന്? ആൾക്കാർ ചെയ്യും. അതൊന്നും വരാതിരിക്കാൻ വേണ്ടി പിന്നെ എത്ര മതിൽ പൊക്കി കെട്ടും നിങ്ങൾ? വെളിയിൽ ചെയ്താലും മതി, അത് വരും. അപ്പം യാക്കോബിന് ആ വിചാരം ഫലിക്കില്ല. ആർക്ക്? യാക്കോബിന് ഫലിക്കില്ലെന്നാണ്. യാക്കോബ് പ്രൊട്ടക്റ്റഡാണ്. അവരെ തൊടുത്തില്ലെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ നാട്ടുകാരെ തൊടത്തില്ലെന്ന് പറഞ്ഞില്ല. നമ്മൾ ഓർക്കുക, നമ്മുടെ ഭാഗം പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരു ലൈഫിലാണെങ്കിൽ തൊടുത്തുവിടുന്ന സകല സാധനവും നമ്മുടെ മണ്ടയ്ക്ക് വരും. നമ്മൾ വീണുകൊണ്ടിരിക്കും, നമ്മൾ രോഗിയായിക്കൊണ്ട്. ഇനി നിങ്ങൾക്ക് അസൂയക്കാർ കൂടുതലാണെങ്കിൽ സീരിയസ്ലി ശ്രദ്ധിക്കൂ. ചില ആൾക്കാർക്ക് അസൂയക്കാർ കൂടുതലായിരിക്കും. ചിലർക്ക് നന്നായിട്ടൊന്ന് വളർന്നു വരുന്ന സമയത്ത്, സാമ്പത്തികമായി കയറുന്ന സമയത്ത്, ബിസിനസ്സൊക്കെ ഒന്ന് ഫ്ലറിഷ് ആവുന്ന സമയത്ത്, ആ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ടങ്ങ് പഠിച്ച് ഭയങ്കര പ്രശ്നമാണത്. ഇത്തിരി നല്ല പഠിക്കുന്ന പിള്ളേരൊക്കെ, ഈ സിറ്റിയിലൊന്നും വലിയ പ്രശ്നമല്ല, നാട്ടുപുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. ഇത്തിരി നന്നായിട്ട് പഠിച്ചു വരുന്ന പിള്ളേരൊന്ന് കയറുമെങ്കിൽ തട്ടുക, എൻ്റെ പിള്ളേക്കാളും കയറണ്ട എന്ന് പറഞ്ഞ് ഇന്ന് കുറവില്ല, കൂടുതലാണെന്നുള്ളതാണ് സത്യം. ഇത് ചെയ്തു വയ്ക്കുന്നു. കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കൂ. നമുക്ക് ഒരിടം പോയി നിന്നെ തടയാൻ പറ്റില്ല, ആരെടുത്തും ചെയ്യരുതെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് കവറിങ്ങിൽ പോകാനേ. അതാണ് ദൈവ മക്കൾക്ക് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ശക്തി തൊടില്ല, അത് വന്നിടത്തേക്ക് തിരികെ പോകത്തേ ഉള്ളൂ. അത് ചെയ്തവർക്ക് മനസ്സിലാവും, നമ്മൾ റോങ് പ്ലേസിലേക്ക് നമ്മൾ തൊടുത്തു വിട്ടത്, ആൾ മാറിപ്പോയി എന്ന് അവർക്ക് മനസ്സിലാവും. പല ആഭിചാരം ചെയ്യുന്ന ആൾക്കാരും ചിലർക്ക് ചെയ്യില്ല. ആഭിചാരം ചെയ്യുന്ന ആൾക്കാരെ അവരെടുത്ത് ചെന്നിട്ട് പൈസ കൊടുത്തിട്ട് ഇന്ന ആൾക്ക് വേണ്ടി ചെയ്യൂ എന്ന് പറയും. അവർ ചെയ്യുമ്പോൾ ഇവിടെ മനസ്സിലാവും, അയ്യോ അയാൾക്ക് ഞാൻ ചെയ്യില്ല എന്ന് പറയും. അവർ ചെയ്യത്തില്ല, കാരണം അവർക്ക് ഇവിടെ മനസ്സിലാവും, തൊട്ട പണിയാവും, അവർ ചെയ്യത്തില്ല. മറ്റേത് അവർക്കറിയാം, കുഴപ്പമില്ല, വലിയ പ്രാർത്ഥനയും പാട്ട് നടത്തുന്നില്ല, കുഴപ്പമില്ല, അങ്ങ് കയറിക്കോളും. വളരെ ശ്രദ്ധിക്കൂ. പാപമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത്. നിങ്ങൾ വലിയ പ്രാർത്ഥനയൊന്നുമല്ല, വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ കവറിങ് എടുത്ത് കർത്താവിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തൊടില്ല. ഇല്ല എങ്കിൽ ഇത് വരാം. വളരെ ശ്രദ്ധിക്കൂ. മറ്റുള്ളവരുടെ കണ്ണുകടി നിങ്ങളെ ദോഷമായി ബാധിക്കും. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ, ഈ കുറച്ച് റീസൺസാണ് പറഞ്ഞത്.
ഒരു പക്ഷേ ഇത്രയും കർത്താവ് എനിക്ക് ഇപ്പോൾ തന്നത് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ വീണ്ടും അങ്ങോട്ട് സൗഖ്യത്തെപ്പറ്റി പഠിച്ചവരും ചിലപ്പോൾ ഇതിനും മേലെ നമ്മൾ പഠിക്കും കേട്ടോ. അത് ശ്രദ്ധിച്ചു കൊള്ളുക. അപ്പോൾ ഇത് നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും രോഗങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളിൽ ഏതെങ്കിലും രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളിത് നോക്കണം. ഒരു ചെറിയ പനിയൊന്നും വന്ന് പോകുന്ന കേസല്ല. കണ്ടിന്യൂസ് ആയിട്ട് ചില രോഗങ്ങൾ നിൽക്കുന്നു, ചില പ്രയാസങ്ങൾ നിൽക്കുന്നു, മാറാവ്യാധികൾ നിൽക്കുന്നു. എന്തോ ആവട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ? ചിലപ്പോൾ നാച്ചുറലി സംഭവിക്കുന്നതാവും അല്ലേ. മഴ നനഞ്ഞു, ജലദോഷം വന്നു, ഓക്കെ, മഴ, നമുക്ക് വേറെ കാരണങ്ങളൊന്നും പറയാനില്ല, അങ്ങനെ വരാം, സാധാരണഗതിയിൽ വരാം. അതല്ലാത്താണെങ്കിൽ കണ്ടുപിടിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം നിങ്ങളെ തൊട്ടിരിക്കും. മറ്റത് വിടുതൽ കിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് തുടരും. ഓക്കെ, രോഗമാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള, ഈ രോഗത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വചനങ്ങൾ പറയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രാർത്ഥനകൾ ഉപയോഗിക്കേണ്ടതാണ്. സൗഖ്യത്തിന് വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന വചനങ്ങളാണ്, എങ്കിലും പെട്ടെന്ന് ഒരുമിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ സഹായം കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാനത് വചനങ്ങൾ പറയണം. ഈ വചനങ്ങൾ പറഞ്ഞു വേണം നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഉറപ്പായിട്ടും സൗഖ്യം നടക്കും. ഞാനിപ്പോൾ റൂട്ടിലൂടെ നിങ്ങൾ യാത്ര ചെയ്താൽ ഉറപ്പ് 2025 അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കും. ഏത് രോഗമായിക്കൊള്ളട്ടെ. കുറച്ച് വാക്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ വചനങ്ങൾ നിങ്ങൾ എടുക്കാം, വചനത്തിൽ നിന്ന് എടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കുറേ വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. സങ്കീർത്തനം 41-ന്റെ 3-4 വചനങ്ങൾ. സങ്കീർത്തനം 41-ന്റെ 3-4 വചനങ്ങൾ. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. ഇതൊരു രോഗത്തു നിന്നുള്ള ഒരു ഡെലിവറൻസിൻ്റെ, ഒരു സൗഖ്യത്തിൻ്റെ വചനമാണ്. യഹോവ അവൻ്റെ കിടക്ക മാറ്റിവിരിക്കുന്നു, ദീനത്തിൽ സൗഖ്യമാക്കുന്നു, ദൈവം സൗഖ്യമാക്കുന്നു. ഈ വചനം പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത്, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഓക്കെ, ഈ സംഭവം നമുക്കറിയാമല്ലോ. 2 രാജാക്കന്മാരാണ്. 2 രാജാക്കന്മാർ 20-5 ഹിസ്കിയാവിൻ്റെ സൗഖ്യത്തെ പറ്റി നമുക്കറിയാം. ഇത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഹിസ്കിയാവിന് മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ദൈവമാണ് പറഞ്ഞ മരിക്കുമെന്ന്. അതേ ദൈവം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് അദ്ദേഹത്തിന് സൗഖ്യം കൊടുക്കും. നിങ്ങൾക്ക് ദൈവത്തോട് പറയും, കർത്താവ്, ഹിസ്കിയാവിന് നീ അങ്ങനെ ചെയ്തുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിനക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് അതെടുത്ത് അത് വിശ്വസിച്ച് അങ്ങനെ പ്രാർത്ഥിക്കണം. ഇതാണ് വചനത്തിലൂടെ വേണം പ്രയറുകൾ പോകാൻ. ഓക്കെ, അതെടുക്കാം. സങ്കീർത്തനം 103-ന്റെ 3. സങ്കീർത്തനം 103-ന്റെ 3. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഓക്കെ, നല്ല ഒരു സ്ട്രോങ് വചനമാണ്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യം. കണ്ടോ, ഇതിൻ്റെ കണക്ഷൻ മനസ്സിലാക്കുക. നിന്റെ അകൃത്യം എന്തോന്ന്? പാപം. അത് ആദ്യം മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അകൃത്യങ്ങൾ മോചിക്കാൻ ആദ്യം പ്രാർത്ഥിക്കണം, പാപങ്ങൾ മോചിക്കാനും പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. സീരിയസ്ലി പറയുന്നു, നിങ്ങൾ വിശുദ്ധരായെന്ന് ഒരിക്കലും വിചാരിക്കില്ല. എങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ വിഡ്ഢികളാണ്. ഒരിക്കലില്ല. നമ്മൾ ഇന്ന് പകൽ നമ്മൾ തെറ്റ് ചെയ്യും, ഇന്ന് പകൽ നമ്മൾ നോക്കും, ഇന്ന് പകൽ നമ്മൾ സംസാരിക്കും, ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കും. അപ്പോൾ വീണ് പോകാം, നമ്മൾ ദേഷ്യപ്പെട്ട് പോകാം, നമ്മൾ സംസാരിച്ച് നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്ന വീണ്. അപ്പം നിങ്ങൾ അകൃത്യങ്ങൾ മോചിച്ചു തരാൻ ദൈവത്തെ നിങ്ങൾ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, ശുദ്ധീകരിൻ്റെ പാപം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തെടുത്ത് അത് പാപയേറ്റ് പറഞ്ഞിട്ട് എന്നെ സൗഖ്യമാക്കണേ കർത്താവേ. ആ വചനം പറയണം നിങ്ങൾ. ഈ വചനം ഒരു ശക്തമായ വചനമാണ്, അത് ഉപയോഗിക്കുക. സങ്കീർത്തനം 107-ന്റെ 20. സങ്കീർത്തനം 107-ന്റെ 20-ാമത്തെ വാക്യം. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. വചനമയച്ച് സൗഖ്യം. കണ്ട, നമ്മൾ ഉപയോഗിക്കുന്ന വചനങ്ങളാണ്. നമ്മൾ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു, ആ വചനമയച്ച് അവൻ സൗഖ്യമാക്കുന്നു. ഇത് വിശ്വസിച്ച് വചനം എടുക്കണം നിങ്ങൾ. അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. കർത്താവ്, ഈ വചനത്തിലൂടെ നീ എനിക്ക് സൗഖ്യം തരുമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വചനമയച്ച് സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സൗഖ്യം തരണമേ കർത്താവേ. ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉപയോഗിക്കാം. സങ്കീർത്തനം 147-ന്റെ 3. 147 3-ാം വാക്യം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. മനം തകർന്നവരെ സൗഖ്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ല മനസ്സിൻ്റെ രോഗത്തെ പറ്റി. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കും, മുറിവുകളെ കെട്ടുന്നൊരു ദൈവം. അത് ഈ വചനം പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. മാനസികമായി സ്ട്രെസ്സിലൂടെ പോകുന്നവർ, സംഘർഷത്തിലൂടെ പോകുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ പോകുന്നവർക്ക് ഈ വചനം പറയണം. ഈ വചനം പറഞ്ഞ് നിർബന്ധമായിട്ട് നിരന്തരമായി പ്രാർത്ഥിക്കണം. ആ സമയത്ത് കർത്താവ് അത് ഉറപ്പായിട്ട് ഇടപെട്ടിരിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ന്റെ 5. യെശയ്യാവ് 53-ന്റെ 5. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ, ക്രൂശിലൂടെ നമുക്ക് വന്ന സൗഖ്യത്തെ പറ്റി പറയുന്നൊരു ഭാഗമാണ്, നമുക്കെല്ലാം സുപരിചിതമാണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ്. യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ സകല രോഗങ്ങളും സൗഖ്യമായി. അവൻ്റെ അടിപ്പിണരുകളാൽ, കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ഈ രോഗം വഹിച്ചു.
ശാപം വഹിച്ചു, പാപം വഹിച്ചു. അപ്പോൾ സകല രോഗങ്ങൾ, നമുക്ക് നേരെയുള്ള പാപങ്ങളാവട്ടെ, ഇനി പാരമ്പര്യ ശാപങ്ങളാവട്ടെ, ഇതെല്ലാം എവിടെ പോകുന്നു? ക്രൂശിലൂടെ. നമ്മൾ പറഞ്ഞാണ് കളയുന്നത് കേട്ടോ, പോയി എന്ന് അന്ധമായി വിശ്വസിക്കല്ല. നമ്മളത് ഏറ്റു പറഞ്ഞ് കർത്താവിൻ്റെ രക്തത്തിലൂടെ കഴുകപ്പെട്ട് കർത്താവിലൂടെ നമ്മൾ ചേർന്ന് ഇതെടുത്ത് കളയുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരും. നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ മുഴുവൻ കർത്താവ് ക്രൂശിൽ ഈ അടി കിട്ടി, മുറിവേറ്റു, തകർന്നു. അപ്പോൾ എൻ്റെ രോഗം അതിലത്ത് വന്നിട്ട് വരുന്നു. എൻ്റെ പെയിൻ കർത്താവിൻ്റെ ശരീരത്തിൽ വഹിച്ചു. അപ്പോൾ എനിക്ക് അവിടെ സൗഖ്യമുണ്ട്. യേശു എടുത്തതുകൊണ്ട് ഞാൻ ഫ്രീ ആണ്. യേശു വഹിച്ചതുകൊണ്ട് ഞാൻ ഇനി വഹിക്കേണ്ട. അത് അവകാശമാണ് നമ്മുടെ. ഞാൻ കർത്താവിൻ്റെ മകളാണ്, കർത്താവിൻ്റെ മകനാണ്, എനിക്ക് സൗഖ്യമുണ്ട്. ക്ലെയിം ചെയ്ത് പറയേണ്ട ഒരു വചനമാണ്. യേശു എനിക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞു, ഇപ്പോൾ ഞാനത് വിശ്വസിക്കും. കർത്താവേ, നിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം തരണമേ. നിരന്തരം നിങ്ങൾ യൂസ് ചെയ്ത് പ്രാർത്ഥിക്കൂ. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:17. ഇരമ്യാവ് 30:17. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആരും നിങ്ങളുടെ കൂടെ ഇല്ല, ആരും സഹായിക്കുന്നില്ല. ലോകം മുഴുവൻ, നമ്മളെ ഈ സ്ത്രീയെ നോക്കി 12 വർഷം അവൾക്കിങ്ങനെ ഉള്ള പൈസ എല്ലാം ചിലവാക്കി എല്ലാം ചെയ്തിട്ടും ആർക്കും സൗഖ്യപ്പെടുത്താൻ പറ്റിയില്ല. സങ്കടത്തോടെ ജീവിക്കുന്ന അവളോട് അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിലും ഞാൻ നിങ്ങളുടെ സൗഖ്യമാക്കും, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും. കർത്താവ് പറയുന്നത് കർത്താവ് സൗഖ്യമാക്കും. നിങ്ങൾ വിശ്വസിക്കൂ. ഒറ്റപ്പെടട്ടെ, എല്ലാം തള്ളിപ്പറട്ടെ, ലോകം മുഴുവൻ തള്ളിപ്പറയട്ടെ, വർഷങ്ങളാവട്ടെ, പക്ഷേ നിങ്ങൾ ദൈവത്തോട് ഇത് പറയുക, ഈ വചനം പറയുക, അതിനകത്ത് കർത്താവ് സൗഖ്യം തരും. ഒരെണ്ണം കൂടെ, പുറപ്പാട് പുസ്തകം 15:26. പുറപ്പാട് 15:26. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. 2 കാര്യങ്ങൾ അതിനകത്ത് പറയും. എന്തൊക്കെയാണ്? നിങ്ങൾ എൻ്റെ ചട്ടങ്ങളൊക്കെ കേട്ട് ഞാൻ പറഞ്ഞെല്ലാം അനുസരിച്ച് പോയാൽ വ്യാധികളൊന്നും വരത്തില്ല, പ്രൊട്ടക്ഷനാണ്. 2, ഇനി വ്യാധി ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കും. 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് വാഗ്ദത്തമാണ് ദൈവമക്കൾക്കുള്ള. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മളാണ് പുതിയ നിയമത്തിൽ ഇസ്രായേൽ. വാഗ്ദത്തമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് പിടിച്ചെടുക്കൂ, നമ്മളിത് വാങ്ങിച്ചെടുക്കൂ. കർത്താവ്, ഒരു വ്യാധിയും എൻ്റെ വീട്ടിൽ വരരുത്. ഇതാണ് നിങ്ങളുടെ പ്രാർത്ഥന, അതാവണം നമ്മുടെ പ്രാർത്ഥന. ഒരു വ്യാധിയും എൻ്റെ മേൽ വരാൻ പാടില്ല. ഞാൻ അങ്ങയുടെ മകനാണ്, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ചട്ടങ്ങൾ അനുസരിക്കാൻ ശീലിക്കണം, വേദപുസ്തകം പഠിക്കണം. അതിനാണ് നമ്മൾ ഈ സ്റ്റഡിക്കകത്ത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മളിവിടെ വരുമ്പോൾ എന്താണ്? വചനം പഠിക്കണം, എഴുതിയെടുക്കണം, കൊണ്ടുപോയി പഠിക്കണം, വീണ്ടും ധ്യാനിക്കണം, അതിനകത്ത് ലൈഫ് സെറ്റ് ചെയ്തെടുക്കണം. പാപത്തിനകത്ത് കർത്താവ് പറയുന്നതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിച്ചാൽ വളരെ സ്വസ്ഥമായൊരു ജീവിതത്തിൽ കർത്താവ് കൊണ്ടുപോകും. വ്യാധികൾ വരാതെ കർത്താവ് കൊണ്ടുപോകും. ഇനി വന്നാൽ തന്നെ സൗഖ്യമാക്കുകയും ചെയ്യും. വരട്ടെ, വന്നാൽ സൗഖ്യമായി. ഇത് കർത്താവിൻ്റെ ഉറപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം നിങ്ങൾ ശ്രദ്ധിക്കൂ, നമുക്ക് സൗഖ്യത്തിൻ്റെ വർഷമാണ്. ഈ വചനങ്ങൾ അതിന് അടിസ്ഥാനമായി കർത്താവ് നമുക്ക് നൽകുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ രോഗമുള്ളവർ, ഏതെങ്കിലും തരത്തിൽ ശാരീരികമായി രോഗം അനുഭവിക്കുന്നവർ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ രോഗമുള്ളവരുണ്ട് എനിക്കറിയാം, രോഗമുള്ളവർ എന്ത് ചെയ്യണം? ഈ അടുത്ത നമ്മൾ ബൈബിൾ സ്റ്റഡി അടുത്ത വരുന്നത് ഫെബ്രുവരി മാസം 1-ാമത്തെ ആഴ്ചയാണ്. ഇനി ഏകദേശം 14 ദിവസമുണ്ട്. ഈ 14 ദിവസവും ഈ വചനങ്ങൾ യൂസ് ചെയ്ത് രോഗികൾ പ്രാർത്ഥിക്കണം. ഇതാണ് അസൈൻമെൻറ്റ്. പലതും അനുസരണക്കേട് കാണിക്കുന്ന പലതും ഇരിപ്പുണ്ട്, എനിക്കറിയാം. അനുസരിച്ച് പോകണം. അനുസരണം പ്രധാനമാണ്. അനുസരിച്ചവർക്ക് മാത്രമേ നന്മയുള്ളൂ കേട്ടോ. അപ്പോൾ 14 ദിവസത്തെ രോഗസൗഖ്യ പ്രത്യേക പ്രാർത്ഥന നിങ്ങൾക്ക് തരികയാണ്. 14 ദിവസം എത്രമാത്രം നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമോ അത്രയും ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ പേര് ഇറങ്ങി വരും. എത്രമാത്രം നിങ്ങൾ സമയം കൊടുക്കുമോ അത്ര അത്ഭുതങ്ങൾ, എത്രമാത്രം വചനം നിങ്ങൾ പറയുമോ അത്രയും സംഭവിക്കും. മനസ്സിലായോ? ഇതൊക്കെ കാണാതെ പഠിക്കാൻ പറ്റുന്നവർക്ക് പഠിച്ചോളൂ. ചില ആൾക്കാരൊക്കെ 40 ദിവസവും ഇഷ്ടംപോലെ വചനം കാണാതെ പഠിച്ചു. ഒത്തിരി പേര് എന്നോട് സാക്ഷ്യം പറഞ്ഞു, വചനം പഠിച്ചു കാണാതെ പഠിച്ചു, ഞാൻ ഞെട്ടിപ്പോയി, വചനം പഠിച്ചു എന്ന് പറയുന്നു. അത് അത്ഭുതമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ കഴിവാണ്, കൃപയാണ്. നിങ്ങൾ കാണാതെ പഠിക്കൂ, അല്ലാത്തവർ വായിക്കൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതിയിടണം ഈ വചനങ്ങൾ. ബൈബിൾ ഇങ്ങനെ ഓരോന്നോരോന്നും മറിക്കാൻ തന്നാൽ പറ്റത്തില്ല. അപ്പോൾ അതിന് പകരം ഈ വചനങ്ങൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഡയറി കൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ പഠനം എല്ലാം എഴുതിയിട്ടോളാം. എന്നിട്ട് ഒരു ആവശ്യം വരുമ്പോൾ സൗഖ്യത്തിന് വേണ്ടി ഇത് മറിക്കണം. ഒരു രോഗം വരുമ്പോൾ ഉടനെ ഇങ്ങോട്ട് മറിച്ച് നോക്കിയിട്ട് ഈ വചനം, ഇതാണ് ചികിത്സ. മനസ്സിലായോ? ഉടനെ നമ്മൾ ഓടും, എവിടെ പോകാം, ഏത് ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെയല്ല, ആദ്യം ഇവിടെ നോക്കണം. ഇതിനകത്ത് കിടപ്പുണ്ടെന്ന്, സൗഖ്യത്തിനുള്ള സാധനങ്ങൾ ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഇതെടുക്കൂ ആദ്യം, ഇത് മറിക്കൂ. ഓടിപ്പോയി നിങ്ങൾ റൂമിൽ കയറി ഈ ഡയറി മറിക്കൂ, എന്നിട്ട് ഇതെടുക്കൂ, ഇത് പറയൂ, ഈ വചനം പറയൂ. ആദ്യം അത് ചെയ്യൂ, ബാക്കി കർത്താവ് ചെയ്യട്ടെ.
ഓക്കെ, അപ്പോൾ നിങ്ങളിത് എഴുതിയിടണം, ഡയറിയിൽ എഴുതിയിട്ടിട്ട് ഇത് വായിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് സൗഖ്യമാക്കണേ, നിങ്ങളുടെ പാപങ്ങളേറ്റു പറയുക, ശാപങ്ങളേറ്റു പറയുക, എന്തുകൊണ്ട് ദൈവത്തോട് മാറ്റിത്തരാം. നിരന്തരമായ പ്രാർത്ഥന കുറയ്ക്കരുത് കേട്ടോ. പാപം ശാപങ്ങളെന്നും കുറയ്ക്കരുത്, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും ദൈവം ഈ വർഷം അത്ഭുത രോഗസൗഖ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യും, ഒരു സംശയമില്ല. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആരാധന നമ്മുടെ ഫെബ്രുവരി മാസം ഒന്നാമത്തെ ആഴ്ചയിലാണ്. യൂത്തിൻ്റെ ബൈബിൾ സ്റ്റഡി നമ്മൾ ബുധനാഴ്ച തുടർന്ന് വരികയാണ്. ബുധനാഴ്ച രാത്രി 9 മണിക്കാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഇച്ചിരി റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ ഒരു സ്പിരിച്വലി റിസ്ക്കാണ്. എന്ന് വെച്ചാൽ ഇച്ചിരി അറ്റാക്ക് കൂടുതലാണ്. നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്ന ദിവസം ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെ ഇച്ചിരി നമ്മളെ മാനസികമായി സ്ട്രെസ് ഉണ്ടാക്കുക. ചുമ്മാ ഒരു കാര്യമില്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുക, ഇതിനകത്തേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ എൻ്റെ മനസ്സിനെ മാറ്റുക. മൈൻഡ് ബ്ലൈൻഡിങ് സ്പിരിറ്റിൻ്റെ കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് എടുക്കായിരുന്നു. അതിനെതിരെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് എനിക്കുണ്ടാക്കി. അപ്പോൾ അവസാന നിമിഷം വരെ ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു, പ്രാർത്ഥിക്കേണ്ടി വന്നു. അപ്പോൾ എന്നിട്ടാണ് ഞാൻ ആ മെസ്സേജ് അതിനകത്ത് പറയുന്നത്. അത് കാരണം ചില കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ചിലർ എന്നോട് അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് ചേഞ്ച് സംഭവിച്ചതിനെ പറ്റി നമ്മൾ സത്യത്തിൽ ചിന്തിക്കാത്ത നിലയിലാണ് കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നത്. 30 വയസ്സിനകത്തുള്ള പിള്ളേർ, ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടേയില്ല യങ്സ്റ്റേഴ്സ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമെന്നോ, കുട്ടികൾ ദൈവഭാഗത്ത് ഇങ്ങനെ വരുമെന്നോ കർത്താവിന് അവർ ചിന്തിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞൊരു ഏജൊക്കെ എത്ര ക്ലിയറാണ്. ഞാൻ 40 വയസ്സാണ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത്. പിന്നീട് ഒരു ബോധ്യം കർത്താവ് 30 ഇട്ടതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന്. എന്തായിരുന്നാലും അത്ഭുതകരമാണ്. ഒത്തിരി കുട്ടികളെ ദൈവം രക്ഷപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും മക്കൾ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് വാശി പിടിക്കുന്ന ഒരിക്കലും വിഷമിക്കരുത്. പ്രാർത്ഥിക്കുക, അവരതിനകത്ത് വരും, ഉറപ്പായിട്ട് വന്നിരിക്കും. ദൈവം അവരെ തൊട്ടിരിക്കും. അങ്ങനെ ദിവസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഓർമ്മിക്കുന്നു. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.